നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള നിങ്ങളെയെല്ലാം ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി. കഴിഞ്ഞ 1-2 ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ പതിവായി ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് അല്പം ഡീവിയേറ്റ് ചെയ്ത് സമകാലീനമായ ഒത്തിരി കാര്യങ്ങളാണ് സംസാരിച്ച് മുന്നോട്ട് പോയത്. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരുന്നത്. അത് വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ്. സമാഗമന കൂടാരത്തെയും യെരുശലേം ദൈവാലയത്തെയും അതുപോലെ ദൈവസഭയെയും യേശു ക്രിസ്തുവിനെയും ചേർത്ത് വെച്ചാണ് നമ്മൾ ആ വിഷയം ധ്യാനിച്ചു തുടങ്ങിയത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നാം ആ വിഷയം ധ്യാനിച്ചു തുടങ്ങിയത്. അതായത്, 1, സ്വർഗത്തിലെ സാക്ഷി കൂടാരത്തിന്റെ നിഴലായിട്ട് ഭൂമിയിൽ സമാഗമന കൂടാരം നിൽക്കുന്നു. 2, അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടത് ആ കൂടാരം യേശു ക്രിസ്തുവിന് നിഴലാണെന്നുള്ളത് കണ്ടു. 3-മത്തെ ഒരു കാര്യം നമ്മൾ കണ്ടത് ആ കൂടാരം ദൈവസഭയ്ക്ക് നിഴലാണെന്നുള്ളതാണ്. അങ്ങനെ അത് ദൈവസഭയ്ക്ക് നിഴലാണെന്നുള്ള കാര്യത്തിൽ ആളുകൾ ഡിസ്പ്യൂട്ട് പറഞ്ഞു. ചില പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായ ആളുകൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും വചനത്തിൽ തെളിവില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒരു അന്വേഷണത്തിലായിരുന്നു. വചനത്തിൽ തെളിവുണ്ടോ ഇല്ലയോ, അതിന്റെ ഗൗരവതരമായ പഠനങ്ങൾ ഏതെല്ലാം വിധത്തിൽ കടന്നു പോകും എന്നൊക്കെയുള്ളത് നമ്മൾ അന്വേഷിക്കുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയ സമയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് തന്നെ ദൈവമക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് പങ്കുവെച്ചത്. അതായത്, കർത്താവിന്റെ വിശുദ്ധന്മാര് ഈ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടേണ്ടതുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ ഒക്കെ ജനറൽ കൺവെൻഷനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ വ്യത്യസ്തമായ നിലയിലുള്ള സന്ദേശങ്ങൾ വെളിപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ സന്ദേശങ്ങളേ ഇല്ല, നേരമ്പോക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അവരൊക്കെ പറയുന്നത്. അതിനിടയിൽ കുമ്പനാട് സൈഡിൽ നിന്ന് കേട്ട ഒരു ശബ്ദം, അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ട് ഇങ്ങനെ പ്രചരിച്ചു. അതായത്, പെന്തക്കോസ്റ്റ് സമൂഹം വലിയൊരു ശക്തിയാണ്, ആളെണ്ണം കൂടിയിട്ടുണ്ട്. അതായത്, നമ്മുടെ കണിച്ചിക്കുളങ്ങര അങ്കിള് പറയുന്ന പോലെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്ന ഒരു പ്രയോഗം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രയോഗം അദ്ദേഹത്തിന് മുൻപുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യമായിട്ട് അത് കേട്ടത്. അതുപോലെ ഈ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പല ഗ്രൂപ്പുകളുണ്ടല്ലോ. അതായത്, ഉപദേശ ഐക്യമില്ലാത്ത ഒത്തിരി ഗ്രൂപ്പുകൾ പെന്തക്കോസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്. വിശേഷാൽ ഈ വൺനെസ് പെന്തക്കോസ്റ്റ്, അവര് പെന്തക്കോസ്റ്റിന്റെ ഉപദേശങ്ങളും ആശയങ്ങളും പിന്തുടരുന്നവരല്ല. അവര് യേശുനാമക്കാരെന്നും വിളിക്കും, വൺനെസ് പെന്തക്കോസ്റ്റൽസ് എന്നും വിളിക്കും. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയ കൂട്ടം. ഒന്ന് രണ്ട് സഹോദരങ്ങൾ ഇടയ്ക്ക് നമ്മുടെ മെസ്സേജിനടിയിൽ കമന്റ് ചെയ്തു, അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ്. അവര് ഇതുമായിട്ട് ഒരു ബന്ധമുള്ളവരല്ല. അവര് എന്തിനാ ഇതിനകത്ത് കോട്ട് ചെയ്യുന്നത്? ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന്. ഈ പേരൊന്നും ഞാൻ ഇട്ടതല്ല സഹോദരങ്ങളെ. അതൊക്കെ സാന്ദർഭികമായി ചരിത്രത്തിൽ കടന്നു വന്ന പേരുകളാണ്. ഞാനും അത് കേട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആ ആളുകളെ പബ്ലിക്കിന് മനസ്സിലാകാൻ പാകത്തിന് അങ്ങനെ പറഞ്ഞത്. എന്താണ് ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പെസഹായും ചോരത്തലി ആചരിക്കാത്തവരാണ്. അവർ നേരെ ചെങ്കടലിലേക്ക് എടുത്തിയാടുന്നവരാണ്. അങ്ങനെ ചെങ്കടലിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവര് മരുഭൂമി യാത്രയിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. അതാണ് വിചിത്രമാണ് അവരുടെ കാര്യങ്ങളൊക്കെ. അവിടെ അലലിയ സ്തോത്രമൊക്കെ ഉണ്ട്, അന്യഭാഷ അവിടെ കൂടുതലായിരിക്കും. അതുപോലെ ഓട്ടവും ചാട്ടവും തുള്ളക്കും ഒക്കെ അതും ജാസ്തിയായിരിക്കും. ആ കാരണങ്ങളാലെല്ലാം ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നത് അതാണ് ശരിയായ പെന്തക്കോസ്റ്റ് എന്നുള്ള നിലയിലാണ്. അപ്പൊ ശരിയായ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റ് അത് അതിന്റെ ജീവനിൽ ശക്തിയോടെ മുന്നോട്ട് വരാനായിട്ട് കഷ്ടപ്പെടുകയാണ്. ശ്വാസം മുട്ടൊക്കെ ഉള്ള ആളുകളെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ വലിച്ചു നിൽക്കും. അതുപോലെയാണ് ഇന്നത്തെ പെന്തിക്കോസ്തു, ഇങ്ങനെ വലിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ്. ഇതിനെ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ അംഗസംഖ്യ കൂടുതലാണ്, ഞങ്ങൾ എല്ലാം കൂടെ സംഘടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും, അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഗവനിക്കേണ്ട പോലെ ഗവനിച്ചോണം എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്. അത് തന്നെയല്ല, നമ്മളുടെ സമൂഹത്തിന്റെ ശബ്ദം പലയിടങ്ങളിലും മുഴങ്ങേണ്ടതുണ്ട്. വിശേഷാൽ അസംബ്ലിയിലും അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലൊക്കെ നമ്മുടെ ശബ്ദം മുഴങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ UN നമ്മുടെ ശബ്ദം മുഴങ്ങേണ്ടതുണ്ടെന്ന് പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് പറഞ്ഞില്ലെന്നാ തോന്നുന്നത്. UN നമ്മുടെ ശബ്ദം മുഴങ്ങേണ്ടതുണ്ട്. അതുപോലെ
പല ഇടങ്ങളിലും നമ്മുടെ ശബ്ദങ്ങൾ മുഴങ്ങേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ അങ്ങ് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞുപോയ കൂട്ടത്തില് ഈ അടുത്ത സമയത്ത് നമ്മുടെ മലയാളക്കരയിലെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ കഴിഞ്ഞ സമയമാണല്ലോ. അപ്പോ നമ്മുടെ ഒരു പ്രിയ സഹോദരൻ അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്ന് ജയിച്ചു വന്നു. അങ്ങനെ അദ്ദേഹം ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് ഇല്ല ഇല്ല മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചിങ്ങനെ കടന്നു പോകുന്നത് ലോക്കൽ പാസ്റ്റർ ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. സഭായോഗത്തിൽ ആത്മാവിലുള്ള ആരാധനയിലും മറ്റു കാര്യങ്ങളിലും ഒന്നും അത്ര സജീവമല്ലാത്ത ഈ സഹോദരൻ തന്റെ മുഷ്ടി ആകാശത്തേക്ക് എറിഞ്ഞെറിഞ്ഞ് ഇല്ല ഇല്ല മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറയുന്ന കേട്ടപ്പോ പാസ്റ്റർ അന്തം വിട്ടുപോയി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പാസ്റ്റർ ആ ദേശത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഠിച്ച് കണ്ടുകേട്ട് വരുന്നല്ലേ ഉള്ളൂ. എന്നാല് സെൻട്രൽ പാസ്റ്ററുടെ കാര്യം ഞാൻ ആ മെസ്സേജിൽ പറഞ്ഞത്. സെൻട്രൽ പാസ്റ്റർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ഇല്ല ഇല്ല മരിക്കില്ല, രക്തസാക്ഷി മരിക്കില്ല എന്ന് പറയുന്ന സഹോദരനെ കൊണ്ട് ഒരു വാർഡ് മെമ്പർ ആക്കിക്കുക എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ഇദ്ദേഹം വാർഡ് മെമ്പറായി. അതിനോട് ചേർത്ത് ഞാൻ പറയായിരുന്നു, അതായത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് പുള്ളി ആരാധനയൊക്കെ മുടക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പുള്ളി ഒത്തിരി തിരക്കുള്ള കാര്യത്തിലേക്കൊക്കെ കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അത്ര ഉത്സാഹം കാണിക്കുന്നില്ല, മറ്റു കാര്യങ്ങളിലാണ് ഉത്സാഹം. താന് പൊതുപ്രവർത്തകനായിരിക്കുകയല്ലേ, അപ്പൊ സമൂഹത്തെ സേവിക്കാൻ കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരം, താന് മാക്സിമം സമൂഹത്തെ അങ്ങ് സേവിക്കുവാനുള്ള ആ ഒരു ഉത്സാഹത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അപ്പം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തില് ഒരു സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ആരാധനകളൊക്കെ മുടക്കുകയാണ്, 2-3 ആഴ്ചയായി വന്നിട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. ആ മെസ്സേജ് കേട്ട ഒരു മാന്യ സഹോദരൻ പറഞ്ഞു, ഇയാൾ എന്ത് ഭ്രാന്തായി പറയുന്നത്, 2-3 ആഴ്ച അയാള് ആരാധന മുടക്കി എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര വിഷയമായിട്ട് അത് ഉയർത്തേണ്ട കാര്യമുണ്ടോ? പല കാര്യങ്ങളുടെ ഇടയിൽ അതൊരു കാര്യമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പ്രഥമമായ കാര്യം എന്നല്ല പറഞ്ഞത്. ഒരു ദൈവ പൈതലിന് അങ്ങനെ ഡയറക്റ്റ് പൊളിറ്റിക്സിൽ ഇടപെടാൻ പാകത്തിന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ കാര്യങ്ങളെ കാണുന്നില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനല്ല പ്രാധാന്യം കൊടുത്തത്, വേറെ പല കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അങ്ങനെ അനവധിയായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയി. അതിൽ ഈ കടന്നു വന്ന ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. ഡോക്ടറും നഴ്സും ഒക്കെ അവശ്യ സർവീസിലുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ജോലിയിൽ അവർക്ക് അങ്ങനെ ഇടപെടേണ്ടി വരും. അവരുടെ ജോലിയിൽ അവർക്ക് അങ്ങനെ ചിലപ്പോൾ സഭായോഗം മുടക്കിയിട്ടാണെങ്കിലും ഡ്യൂട്ടി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ ഇദ്ദേഹവും പൊതുജന സേവനത്തിന് ഇറങ്ങി നിൽക്കുകയല്ലേ, ഇദ്ദേഹവും അങ്ങനെ സഭായോഗം മുടക്കിയാൽ ഇത്ര പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അദ്ദേഹത്തെ നേരത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ ധരിപ്പിച്ചെന്നേ, നേരത്തെ ധരിപ്പിച്ചു. താങ്കളുടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ താങ്കൾക്ക് പുറകോട്ട് പോകേണ്ടി വരും, കാരണം താങ്കൾ വലിയ തിരക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ തന്നെയല്ല, നമുക്ക് യോജിക്കാത്ത ഒത്തിരി കാര്യങ്ങളിൽ താങ്കൾക്ക് തലവെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് താങ്കളുടെ ആത്മീയ ജീവിതത്തെ ക്ഷീണിപ്പിക്കും. അതായത് അവരുടെ ആ ദേശത്ത് തന്നെ ഒരു പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവിടെയുള്ള വാത്സല്യ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുമ്പോൾ കടന്നു പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെയും കൂടെ വോട്ട് മേടിച്ചിട്ടാണ് ഈ പുള്ളി ഇല്ല ഇല്ല മരിക്കില്ല എന്ന് പറഞ്ഞ് ചുവന്ന കൊടി പൊക്കിയത്. അപ്പൊ അവിടെയുള്ള സകല മനുഷ്യരുടെ വോട്ട് മേടിച്ചിട്ടല്ലേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാവരുടെയും വോട്ട് മേടിച്ച് ജയിച്ചയാളാണ് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത്. പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, MLA MP എന്തും ആകട്ടെ, അത്തരത്തിൽ പൊളിറ്റിക്സിൽ ഇറങ്ങി നിൽക്കുന്ന ആളുകളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത്തരക്കാരുടെ ആവശ്യങ്ങളെ നമ്മൾ പരിഗണിക്കുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ ആചാര മര്യാദകളോടൊക്കെയുള്ള ബന്ധത്തിൽ, അവരുടെ ഫെസ്റ്റിവലുകളോടുള്ള ബന്ധത്തില് ഞാൻ വേർപെട്ടവനാണ്, നാസീർ വ്രതക്കാരനാണെന്നൊന്നും പറഞ്ഞാൽ അവിടെ വില പോവില്ല. അതിലെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താ? ഞാന് ഇങ്ങനെ ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്, വേദപുസ്തകത്തിന്റെ തത്വങ്ങൾക്ക് അനുസരിച്ചല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല. നിങ്ങൾ പൊളിറ്റിക്സിൽ ഇറങ്ങി നിൽക്കുകയാണോ, നിങ്ങൾ ആ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണ്, ആ പറയുന്നതിൽ ന്യായമുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് പൊളിറ്റിക്സിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, അതായത് ജനത്തിന്റെ വോട്ട് മേടിച്ചാണ് നിങ്ങൾ ഇങ്ങനൊരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അല്ലാതെ പെന്തിക്കോസുകാരുടെ വോട്ട് മേടിച്ചാണോ നിങ്ങൾ ജയിച്ചിരിക്കുന്നത്? നിങ്ങൾ എല്ലാവരുടെ വോട്ട് മേടിച്ചാണ് ജയിച്ചിരിക്കുന്നത്. ആ കാരണത്താൽ നിങ്ങൾക്ക് എല്ലാവരോടും ഉത്തരവാദിത്വമുണ്ട്.
എല്ലാവരും തുല്യ നിലയിൽ പരിഗണിക്കണം. മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ നിരീശ്വരവാദി എന്നോ ഒന്നും ഒരു പഞ്ചായത്ത് മെമ്പർ കാണിക്കാൻ പാടില്ല. എല്ലാവരോടും സൗഹാർദ്ദത്തിൽ ഇടപെടണം. അവരുടെ എല്ലാ കല്യാണങ്ങൾക്ക് പോകണം, 40 അടിയന്തരത്തിന് പോകണം, മരിപ്പിന് പോകണം, മറ്റ് സുന്നത്ത് കല്യാണം ഉണ്ട് അതിന് പോകണം, എല്ലാത്തിനും നിങ്ങൾ പോകണം. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആളാണ്. ഒന്നിലും മാറി നിൽക്കാൻ പാടില്ല. അപ്പൊ ഒരു സത്യക്രിസ്ത്യാനിക്ക് അതെല്ലാം പറ്റുമെന്ന് ചോദിച്ചാൽ സത്യക്രിസ്ത്യാനി ഒന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. സത്യക്രിസ്ത്യാനിക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ സത്യക്രിസ്ത്യാനി ഈ പരിപാടിക്ക് ഇറങ്ങാതിരിക്കണം. ഇതിന് ഇറങ്ങിയത് കൊണ്ടല്ലേ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. നിങ്ങൾ അതിന് ഇറങ്ങരുത്, അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു ദൈവദാസൻ, അദ്ദേഹം LDF എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇലക്ഷൻ സമയത്തൊക്കെ അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ചിഹ്നം ഇതാണെന്ന് പറഞ്ഞ് തന്നെ അദ്ദേഹം വോട്ട് തേടുന്ന ഒരു പാസ്റ്ററാണ്, പ്രസിദ്ധനായ ഒരു പാസ്റ്റർ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം പ്രചരിപ്പിക്കാനിടയായി. അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് ചെറുതായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ തന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തോട് പിന്നെ ഒന്നും സംസാരിക്കാൻ പോയില്ല, ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ. നമുക്കതിന്റെ ആവശ്യം ഉണ്ടോന്നുള്ള ചോദ്യത്തിന് ആവശ്യം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം വിശദീകരണങ്ങൾ തന്നു. അത് അദ്ദേഹത്തിന്റെ മാത്രം വിശദീകരണങ്ങളല്ല. ഇന്ന് ക്രൈസ്തവ ലോകം എന്ന് പറയുമ്പോൾ അത് ഒത്തിരി വിശാലമായി പോകും. നമുക്ക് പെന്തക്കോസ്റ്റ് സമൂഹം എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പങ്ക് ആളുകളും ചിന്തിക്കുന്ന ചിന്ത തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചിന്തകൾക്ക് വേദപുസ്തക അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഞാൻ മറ്റൊരു സഹോദരന്റെ ഒരു ചിന്തയും കൂടെ പെട്ടെന്ന് ഓർമ്മ വന്നു. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ആ സഹോദരന്റെ ചിന്ത എന്ന് പറയുന്നത്, പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് അവരെ നിത്യത 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ പറഞ്ഞാലും വചനം 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 എന്ന് പറയുന്നു. അതായത് നിങ്ങൾ എപ്പോഴും ഈ നിത്യതയെക്കുറിച്ച് ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ ഭാര്യയുടെ കാര്യവും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമൊക്കെ മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു സ്കൂൾ നടത്തുന്നുണ്ടോ, നിങ്ങളൊരു ഓർഫനേജ് നടത്തുന്നുണ്ടോ, നിങ്ങളൊരു കോളേജ് നടത്തുന്നുണ്ടോ, നിങ്ങളൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ടോ, ഇങ്ങനെ കുറെ ലിസ്റ്റ് അദ്ദേഹം പറഞ്ഞു. ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ എപ്പോഴും നിത്യത നിത്യത എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പരിപാടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരൂ, മനുഷ്യന് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, ഇങ്ങനെ മൂരാച്ചികളായിട്ട് നടക്കാതെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല, നല്ലൊരു പങ്ക് ആളുകളുടെയും ഉള്ളിലുള്ളൊരു ചിന്തയാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയിലും ആ ചിന്തയുള്ളവരുണ്ട്. അതിന്റെ തെളിവാണ് ഒരു പെന്തക്കോസ്തുകാരന്റെ അഭിപ്രായമാണത്. വെളിയിലുള്ള ഒരാളല്ല പറഞ്ഞത്, ഒരു പെന്തക്കോസ്തുകാരനാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ സഹോദരങ്ങള് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ആ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത്, വാത്സല്യ സഹോദര, ഞങ്ങള് 24 മണിക്കൂറും നിത്യത 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 എന്ന കാര്യം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്കത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞങ്ങള് ഈ സമൂഹത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് തികച്ചും മണ്ടത്തരമാണ്. ഈ സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ചെയ്യുന്നുള്ളൂ. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന സമൂഹമാണ് ഇന്ന് കാണുന്ന ഈ പൊതുസമൂഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഉപകാരം ചെയ്യുന്ന ആളുകൾ. മറ്റ് സമൂഹങ്ങളെല്ലാം ഉപകാരം ചെയ്യുന്നവർ തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ സമൂഹത്തിന് വേണ്ടി. എന്നാൽ അതിന്റെ എല്ലാം ഉത്തുംഗത്തിൽ നിൽക്കുന്ന കാര്യം ചെയ്യുന്ന ഒരേ ഒരു കൂട്ടരാണ് ഈ വേർപെട്ട ദൈവജനം എന്ന് പറയുന്ന കൂട്ടര്. വിശേഷാൽ നമ്മൾ അതിൽ പെന്തക്കോസ്തുകാരെ ഉയർത്തി പറയുകയാണ്. അതെന്താ അവര് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ആത്മാവുണ്ടെന്നും ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ കഠിനമായ ശിക്ഷയിലേക്ക് കടന്നു പോകുമെന്നും, എന്നാൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുഴു ലോകത്തിനും ക്രൂശിനെ പരിചയപ്പെടുത്തുന്ന ഒരേ ഒരു കൂട്ടര് പെന്തക്കോസ്തുകാരാണ്. ക്രൂശ് എന്ന് പറഞ്ഞാൽ പൊൻകുരിശോ വെള്ളിക്കുരിശോ മരക്കുരിശോ അല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ക്രൂശിന്റെ വെളിപ്പാടുകളാണ് ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്നത്. ക്രൂശിന്റെ വെളിപ്പാടുകൾ ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ അന്ന് പറഞ്ഞില്ലേ? ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞില്ലേ? അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മുഴു ലോകത്തിന്റെ മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ
പിതാവായ ദൈവം തന്റെ പുത്രനെ കാൽവറിയിലെ ക്രൂശിൽ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. മുഴുമാനവലോകം കാണുക അവരുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി. പ്രായശ്ചിത്ത യാഗം അവിടെ നടന്നു കഴിഞ്ഞു. അത് വിശ്വാസത്താൽ കരസ്ഥമാക്കാം. ആ സദ്വർത്തമാനം അറിയിക്കേണ്ട ആളുകൾ പലരും അറിയിക്കുന്നില്ല. അത് അറിയിക്കുന്ന ആളുകളാണ് ഈ പെന്തക്കോസ്തർ എന്ന് പറയുന്നവര്. എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, പൊതുവായി പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറയുന്നു. അപ്പൊ ഈ സമൂഹം ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ഉപകാരം എന്താണെന്നേ ഉള്ളത്? അപ്പൊ ചോദിക്കും, കാത്തലിക് സൈഡിലുള്ള അവര് എന്തുമാത്രം ഹോസ്പിറ്റലുകളാണ് നടത്തുന്നത്? ധർമാശുപത്രികളെ, ധർമാശുപത്രി എന്നുള്ള പേരൊക്കെ പണ്ടായിരുന്നു. അങ്ങനെ കത്തോലിക്കർ ഒത്തിരി ധർമാശുപത്രി നടന്നതായിട്ട് എനിക്കറിയില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ചാർജ് പോലെയൊക്കെ തന്നെ ഒന്നോ രണ്ടോ രൂപയുടെ വ്യത്യാസമൊക്കെ കാണുമായിരിക്കും. ചാർജിനൊന്നും വലിയ കുറവൊന്നുമില്ല. അതൊരു സാമൂഹ്യ സേവനം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ പോയിട്ടുമില്ല, പോവാറുമില്ല. പക്ഷെ നിങ്ങൾ അതിന് ഗൗരവം കൊടുത്ത് പറഞ്ഞു വരുമ്പോൾ അത് ശരീരത്തിന്റെ ചികിത്സ മാത്രമാണെന്നേ. ശരീരം 6 അടി മണ്ണിലേക്ക് പോകുന്നതാണ്. അതായത് പ്രാണനും ആത്മാവും മരിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്കാണ് കടന്നു പോകുന്നത്. ശരീരം പിന്നീട് ഉയർത്തു വരില്ലെന്ന് ചോദിച്ചാൽ ഉയർത്തു വരും. അത് രോഗമുള്ള ശരീരമായിരുന്നാലും നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നാലും എല്ലാം മണ്ണായി പോകും. മാരക രോഗത്തിന് അടിമയായ ഒരു പ്രിയപ്പെട്ടവൻ മരിച്ചുപോയി കഴിഞ്ഞാൽ അതെങ്ങനെയുള്ള ശരീരമാണേലും മണ്ണായി പോവല്ലേ ചെയ്യുന്നത്. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരുവൻ മരിക്കുകയാണല്ലോ, അതും മണ്ണായി പോകും. അപ്പോ ഉയർക്കുമ്പോൾ ക്യാൻസർ രോഗിയായിട്ടാണോ ഉയർക്കുന്നത്? അങ്ങനെയല്ലല്ലോ ഉയർപ്പ്. ഉയർപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതൊക്കെ വ്യക്തമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ. അവിടെ നമുക്ക് ആ കാര്യത്തിലൊക്കെ നല്ല ബോധ്യമുണ്ട്. ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അത് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നിത്യതയോളം മുൻപോട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്കൂൾ നടത്തണ്ടേ, കോളേജ് നടത്തണ്ടേ എന്നൊക്കെ ചോദിച്ച ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ അതിനൊരു മറുപടി പറയുകയാണ്. അതായത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എല്ലാം ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് അതാത് സമയത്ത് പ്രദാനം ചെയ്യുന്നുണ്ട്. തക്ക സമയത്ത് മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്കൂള് നടത്താൻ അവിടുന്ന് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കോളേജ് നടത്താൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലുകൾ നടത്താനായിട്ടും അതുപോലെ ആളുകളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അനവധി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. നേരമ്പോക്കല്ല, ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ അതിനൊക്കെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ആളുകൾക്ക് ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ദൂതന്മാർക്കും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ദൂതറിയിക്കുക, സ്വർഗീയ ദൂതറിയിക്കുക, ഗുഡ് ന്യൂസ് അറിയിക്കുക, സുവിശേഷം അറിയിക്കുക, ആ സന്ദേശം അറിയിക്കുക എന്നുള്ളത് അത് ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ പെന്തക്കോസ്തർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്റ്റിലെ പൊന്നുമന്മാരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോഴും വെട്ടം വെളിച്ചുള്ള ആളുകളുണ്ട്. അത്തരക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പറയും. അതായത് ആദിമ സഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ചരിത്രത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഞങ്ങള് വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉച്ചരിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ മറ്റു പലരും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. ശുശ്രൂഷകന്മാരെന്താ പറഞ്ഞത്? ഞങ്ങള് വചനധ്യാനത്തിലും പ്രാർത്ഥനയിൽ ഉച്ചരിക്കാം, മറ്റു കാര്യങ്ങളില് മറ്റ് സഹോദരങ്ങളെ ഏൽപ്പിക്കാമെന്ന് അവിടെ പറഞ്ഞു. ആ വചനഭാഗത്തെ അങ്ങനെ തന്നെ ഇവിടെ പൊതുലോകത്തേക്ക് കൊണ്ടുവരികയല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതായത് ഈ ലോകത്തിന് വേണ്ടുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ദൈവം ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. അവരൊക്കെ അത് ചെയ്തോളും. അതേസമയം ഈ ലോകത്തിന് കൊടുക്കേണ്ട രക്ഷാസന്ദേശം കൊടുക്കാനായിട്ടാണ് വേർപെട്ട ദൈവജനത്തെ ദൈവം വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. അവരുടെ തലയിൽ അഭിഷേകതയിൽ ഒഴിച്ചിരിക്കുന്ന സ്കൂള് നടത്താനോ കോളേജ് നടത്താനോ അല്ല. ഈ പെന്തക്കോസ്റ്റ് സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്കൂളോ കോളേജോ നടത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞ്. ഈ പെന്തക്കോസ്റ്റ് സമൂഹം എന്ന് പറയുന്ന വലിയ സമൂഹം, അതിനകത്ത് എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. ധനമുള്ളവരും ധനമില്ലാത്തവരും, കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെയായ പലതരം ആൾക്കാരുണ്ട് ഇതിനകത്ത്. അത്തരം ആളുകൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രേരണ വരികയാണ്, ഞങ്ങളൊരു സ്കൂൾ നടത്തിയേക്കാം, ഞങ്ങളൊരു കോളേജ് നടത്തിയേക്കാം എന്ന് പ്രേരണ കിട്ടുകയാണെങ്കിൽ അവർ നടത്തണം. അല്ലാതെ പെന്തക്കോസ്റ്റിലെ പാസ്റ്റർ സ്കൂൾ നടത്തണമെന്ന് ചാട്ടി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? കത്തോലിക്ക അച്ഛന്മാരും കന്യാസ്ത്രീകൾ സ്കൂൾ നടത്തുന്നുണ്ട്, അവർ ആശുപത്രി നടത്തുന്നുണ്ടോ? നടത്തിക്കോട്ടെ.
അവര് സ്കൂളും ആശുപത്രിയും നടത്തി അവരുടെ ജീവിതം അവിടെ അങ്ങ് അവസാനിക്കുക. അവർ ഈ ലോകത്തോട് എന്തെങ്കിലും രക്ഷാസന്ദേശം അറിയിക്കുന്നുണ്ടോ? ഞാൻ എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു കത്തോലിക്ക അച്ഛൻ യേശുക്രിസ്തുവിലൂടെ മാത്രമുള്ള ആത്മരക്ഷയെക്കുറിച്ച് എങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്റെ ഇത്രയും കാലത്തെ അറിവില് കത്തോലിക്കയിലെയോ ഓർത്തഡോക്സിലെയോ യാക്കോബയിലെയോ അച്ഛന്മാരൊന്നും സുവിശേഷം ആളുകളോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സന്ദേശം അവരുടെ കയ്യിൽ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അവരുടെ കയ്യിലുള്ളത് ഫിലോസഫിയാണ്. 10, 12, 15 വർഷമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവരിൽ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലായിടത്തും ദൈവത്തിന്റെ ചൈതന്യം ഇരിക്കുകയാണ്, ഈ ക്ഷേത്രത്തിലും ദൈവ ചൈതന്യമുണ്ട്, ഞങ്ങളുടെ പള്ളിയിലും ദൈവ ചൈതന്യമുണ്ട്, നിന്നിലും ദൈവ ചൈതന്യമുണ്ട്, എന്നിലും ദൈവ ചൈതന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം സൈസ് ഫിലോസഫികൾ അവർ തട്ടിവിടുന്നത്. എല്ലാ മാംസ മത്സ്യ ആഹാരങ്ങളൊക്കെ മാറ്റി കാമ ക്രോധ മോഹ വികാരങ്ങളോടൊക്കെ നോ പറഞ്ഞ് നിങ്ങൾ 18-ാം പടി ചവിട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഈശ്വര ചൈതന്യം നിങ്ങളോട് പറയും, നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നിരിക്കുകയാണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഈശ്വരൻ നിങ്ങളോട് പറയും, തത്വമസി, അത് നീയാണ്, യു ആർ ദം, നീയാണത്, നിന്നിലാണ് ആ ചൈതന്യമുള്ളത്. നമ്മിൽ എല്ലാവരുള്ള ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ നോമ്പെടുത്ത് മല ചവിട്ടുന്നത്, ദൈവത്തിലേക്ക് പോകുന്നത്. നമ്മിൽ എല്ലാവരും ഒരേ ചൈതന്യം, 2 തരം ചൈതന്യം ഇല്ല, ഒരേ ചൈതന്യമേ ഈ ലോകത്തുള്ളൂ, ഈശ്വരന്റെ ചൈതന്യമാണ്. അതേസമയം യഥാർത്ഥ ആത്മീയ സത്യങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം ആക്കി വെച്ചിട്ടുള്ള ദൈവത്തിന്റെ അഭിഷിക്തന്മാര് അവർ സ്കൂൾ നടത്താൻ പോയാൽ എങ്ങനെ ഇരിക്കും? നമുക്കതിനൊരു മാതൃക വേണ്ടേ സഹോദരങ്ങളെ? നമുക്കൊരു മാതൃക ഏതെങ്കിലും കാര്യത്തിൽ വേണം. ഏത് അപ്പോസ്തലനാണ് സ്കൂൾ നടത്താൻ പോയത്? ഏത് അപ്പോസ്തലനാ കോളേജ് നടത്താൻ പോയത്? അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് പഠന സംബന്ധമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? അന്ന് ഒരുപക്ഷെ ഇന്നുള്ളതുപോലെ ബൃഹത്തായ യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവരുടെ ദേശത്തൊക്കെ അപ്പോസ്തലന്മാര് സഞ്ചരിച്ച സ്ഥലത്തൊക്കെ വലിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ ഗുരുകുല സമ്പ്രദായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണില്ലേ? പഠിപ്പിക്കുന്ന ആളുകളൊക്കെ കാണും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഉത്സാഹിക്കട്ടെ. പത്രോസോ പൗലോസോ യോഹന്നാനോ യാക്കോബോ മറ്റ് അപ്പോസ്തലന്മാരോ പിന്നീട് വന്ന അപ്പോസ്തലിക പിതാക്കന്മാരിൽ നിന്നോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. അവരെല്ലാം സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു, ദൈവരാജ്യ ഘോഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ മുൻപോട്ട് പോയത്. അപ്പൊ ആ സഹോദരന്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി ഞാൻ ചുരുക്കി പറയുകയാണ്, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം മനസ്സിലായി എന്നാണ് എന്റെ ചിന്ത. ദൈവം ഓരോരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഓരോരോ ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതാതിന്റെ ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. അവരെല്ലാം ആ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നു. നമ്മളെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ പാർക്കുന്നു. വിശേഷിച്ച് ഇന്ത്യയിലുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ പട്ടണങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കറിയാം, ഇവിടെ പ്രഭാത സമയത്ത് വേസ്റ്റ് കൊണ്ടുപോകാനായിട്ടൊരു വണ്ടിയുമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ വരും. അവർ കൃത്യസമയത്ത് ആ വണ്ടിയുമായിട്ട് വന്ന് നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റ് ഒക്കെ ഓരോരോ തരം തിരിച്ച് അവർ കൊണ്ടുപോയിക്കോളും. അതിന് പകരം നമ്മളൊരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ വേസ്റ്റ് എടുക്കാനായിട്ട് ഓട്ടോറിക്ഷയായിട്ട് പോണോ? അതിന് മുനിസിപ്പാലിറ്റി നിയമിച്ചാക്കിയ ആളുകൾ വിശ്വസ്തയോടെ അത് ചെയ്യുന്നുണ്ട്. അവരത് ചെയ്യുന്നു, അതിന്റെ കൂലി വാങ്ങുന്നു. അതൊരു സാമൂഹ്യ സേവനമാണ്, ചെറിയ കാര്യമല്ല, വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പരിഗണിക്കുന്നത്. വൈറ്റ് കോളർ ജോബ് പോലെ തന്നെ ബഹുമാനം കൊടുക്കേണ്ട ഒരു ജോബായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എത്ര വലിയ മജിസ്ട്രേറ്റാന്ന് പറഞ്ഞാലും എത്ര ജഡ്ജിയാന്ന് പറഞ്ഞാലും അവരുടെ വീട്ടിലുള്ള വേസ്റ്റ് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? പുഴുങ്ങി തിന്നാൻ പറ്റുമോ? അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, നീക്കം ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വസ്തരായ ആളുകള് സമയാസമയങ്ങളിൽ വന്ന് അത് കൈകാര്യം ചെയ്യട്ടെ. ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അത് ചെയ്യുമല്ലോ. അതൊരു ഉദാഹരണം പറഞ്ഞതാ. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ആളുകളെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാത് ആളുകൾ അത് ചെയ്തോളും. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ആ സുവിശേഷം അറിയിക്കുകയും അങ്ങനെ ആ അറിയിക്കപ്പെട്ട സുവിശേഷം കൈക്കൊണ്ട് രംഗത്ത് വരുന്ന ആളുകളെ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളതും അവരെ ക്രിസ്തുവിൽ ശിഷ്യരാക്കുക എന്നുള്ളതുമാണ് പെന്തക്കോസ്തിന്റെ പൊതുവായ തത്വം എന്ന് പറയുന്നത്. അതേസമയം പെന്തക്കോസ്ത് സമൂഹത്തിനകത്തുള്ള ഒരു വിശ്വാസിക്ക് സ്കൂളോ കോളേജോ ഹോസ്പിറ്റലോ എന്ത് വേണേലും നടത്താമല്ലോ. പിന്നെ പെന്തക്കോസ്ത് സമൂഹം അത് ശക്തിപ്പെട്ട് മുൻപോട്ട് വന്ന ആ ഒരു കാലഘട്ടത്തില് അതിനൊരു സ്ലോഗനം ഉണ്ടായിരുന്നു. ആ സമയത്ത് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. അവരാ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ചിരുന്നു.
അവരറിയിച്ച സുവിശേഷം കേട്ട അനേകർ വിശ്വാസ വഴിയിലേക്ക് വന്നു, പാപമോചനം പ്രാപിച്ച് ദൈവസന്നിധി കടന്നു വന്നു. അതുപോലെ തന്നെ അങ്ങനെ കടന്നു വന്ന ആളുകളിൽ പലരും രോഗികളും മാറാരോഗികളും ഒക്കെ ആയിട്ട് കടന്നു വന്നു. വലിയവനായ ദൈവത്തിന്റെ കരം ചലിക്കുന്ന അവർ കണ്ടു. അത്ഭുത ദൈവപ്രവർത്തികൾ അവിടെ കണ്ടു. രോഗികൾ സൗഖ്യമാകുന്ന കേസ്, പ്രസിദ്ധമായ ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞ കേസുകൾ ദൈവത്തിന്റെ ജനത്തിന്റെ നടുവിലേക്ക് കടന്നു വന്നപ്പോ അനേക രോഗസൗഖ്യങ്ങൾ നടന്നത് അവരെ കണ്ണാലെ അവർ കാണുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തില് അവർ പെട്ടെന്ന് തീരുമാനിക്കുക, ഇതൊക്കെ ഇങ്ങനെ നടക്കുമെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലും കൂടെ അങ്ങ് വെച്ചേക്കാം. എങ്ങാനും നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ശുശ്രൂഷയിൽ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയാലേ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അവരെ ആശുപത്രി കൊണ്ടുവന്നിട്ട് മരുന്ന് കൊടുത്ത് അവരെ സൗഖ്യമാക്കാം. ആ സമയത്ത് നമുക്ക് പറയാം കർത്താവിന്റെ കരം അവിടെ മരുന്നിൽ ചലിച്ചിട്ടുണ്ടെന്ന് പറയാമല്ലോ. അങ്ങനെ ദീർഘവീക്ഷണത്തില് നമുക്ക് 2 ഹോസ്പിറ്റലിൽ വെക്കാമെന്നൊന്നും അവരന്ന് ചിന്തിച്ചില്ല. അവരങ്ങനെ ചിന്തിച്ചില്ല. അവരതിന് ആ ഒരു രീതിയിൽ മെനക്കെട്ടില്ല. അതേസമയം മറ്റു പല ക്രൈസ്തവ സമൂഹങ്ങളും ഈ വലിയ ഹോസ്പിറ്റലുകളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പോയിട്ടുള്ള ആളുകൾ അവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, ആ ഹോസ്പിറ്റൽ നടത്തുന്നു എന്ന കാരണത്താൽ ദൈവനാമത്തിന് എന്ത് മഹത്വം കിട്ടുന്നുണ്ട്. സാമൂഹ്യ സേവനം എന്നുള്ളത് ഓക്കെയാണ്, അതിന് 100ക്ക് 101 മാർക്ക് ഞാൻ തരാം. അതൊന്നും ദൈവനാമ മഹത്വത്തിനാണെന്നോ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കാനാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ അതേ കാര്യം അപ്പോസ്തലന്മാര് ചെയ്യണ്ടേ? അവരുടെ കാലത്ത് ചെറിയൊരു ക്ലിനിക്കെങ്കിലും അവരിടണം. അപ്പോസ്തലന്മാരുടെ സന്തത സഹചാരിയായി കൂടെ നടന്നയാളാണ് ലൂക്കോസ് എന്ന് പറയുന്ന വൈദ്യൻ. ലൂക്കോസിന്റെ ക്ലിനിക്ക് അവിടെയെങ്ങും ഉള്ളതായിട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് പൗലോസിന്റെ അടുക്ക് വന്ന് സുവിശേഷം കേൾക്കുന്നു, അത് കഴിഞ്ഞ് പനിയും ചുമയുള്ളവര് ലൂക്കോസിന്റെ അടുത്തേക്ക് പോകുന്നു, അടുത്ത റൂമിലേക്ക്. അവിടെ ചെന്ന് സൗഖ്യമായിട്ട് അവർ പോകുന്നു. അങ്ങനെയൊന്നും നമ്മൾ വായിക്കുന്നില്ല. ആദിമസഭ ഇതിനൊന്നും പ്രാധാന്യം കൊടുത്തില്ലെന്നേ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള മാതൃക അതാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് സമൂഹം സുവിശേഷീകരണത്തിൽ വ്യാപൃതരായി മുൻപോട്ട് പോയത്. അവർക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷെ ഇന്ന് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അന്നുള്ള ആത്മശക്തിയോ ദൈവപ്രവൃത്തിയോ ഈ സമൂഹത്തിന്റെ നടുവിൽ കാണാതെ വരുന്നത് കൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത്, നിങ്ങളുടെ നടുവിൽ എവിടെയാണ് സ്കൂള്, നിങ്ങളുടെ നടുവിൽ എവിടെയാണ് കോളേജ് എന്നൊക്കെ. ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ളൊരു പ്രചോദനം എവിടെന്നാ ലഭിച്ചത്? ഇവിടെ അതുപോലെ ദൈവപ്രവൃത്തി കാണുന്നില്ലെന്നേ. ഇവിടെ വചനത്തിന്റെ സൗന്ദര്യം ആ നിലയിൽ വെളിപ്പെടുന്നില്ല, ആത്മശക്തി ആ നിലയിൽ വെളിപ്പെടുന്നില്ല. ജനം ആത്മാവിൽ നടക്കുകയും ആത്മപ്രവൃത്തികളും ഒക്കെ കാണുകയാണെങ്കിൽ ഈ ആളുകൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. ചോദിക്കാൻ എങ്ങനെ നാവ് പൊങ്ങുമെന്ന് പറ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകിയെന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന പോലെ എല്ലായ്പ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെന്നുള്ളൊരു വാശിയല്ല ഞാൻ പറയുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിച്ചതിന് ആത്മീയമായി നമുക്ക് ഉത്തരങ്ങളുണ്ട്. കാരണം അന്ന് എഴുതപ്പെട്ട വചനമില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർ വാമൊഴിയായി പറയുന്ന വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും അതിന്റെ പിന്നിൽ സംഭവിച്ചു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വചനം ഉറപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. എല്ലായ്പ്പോഴും അത്ഭുതവും അടയാളവും വേണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. എന്നാല് വ്യക്തികളുടെ ജീവിതത്തോടുള്ള ബന്ധത്തില് ദൈവം നിശ്ചയമായും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇന്നും നമ്മുടെ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആ കരത്തിന്റെ ശക്തി ചോർന്നു പോയിട്ടില്ല. അവിടുന്ന് പ്രവർത്തിക്കും. പ്രവൃത്തിയിൽ ഭയങ്കരൻ തന്നെയാണ്. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ നമ്മൾ വചനത്തിൽ നിലനിൽക്കുന്നതിനോടുള്ള ബന്ധത്തിലും ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള വിഷയത്തിലും യഥാർത്ഥ ഭക്തി എന്നുള്ള കാര്യത്തിലും ഒക്കെ ഒത്തിരി പിന്നോക്കം പോയി. നമ്മൾ ഒത്തിരി പിന്നോക്കം പോയി. ആ കാരണങ്ങളാൽ നമ്മുടെ ഇടയിൽ പറയപ്പെടുന്ന നിലയിലുള്ള ദൈവപ്രവൃത്തികൾ ഇന്ന് കുറവാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. സമ്മതിക്കുക മാത്രമല്ല, തല കുനിക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും വെളിപ്പാടുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രകടമായി കാണാൻ കഴിയുന്ന പല കാര്യങ്ങളും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ തന്റെ സഭയെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെയുള്ള ആഴമേറിയ വെളിപ്പാടുകളും ബോധ്യങ്ങളും ഈ തലമുറയിലും തന്നുകൊണ്ടിരിക്കുന്നു. ആ സമർപ്പണത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി, അകത്ത് കത്തുന്ന ആഗ്രഹമായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇന്നും സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നുണ്ട്. ഇന്നും സംസാരിക്കുന്നു. കഴിഞ്ഞ
കഴിഞ്ഞുപോയ കുറേ ആഴ്ചകളിൽ നമ്മൾ ദൈവസഭയെ മുൻനിർത്തിക്കൊണ്ട്, ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ടാബർനാക്കളുടെ സ്റ്റഡിയിൽ ഏർപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. എന്തുമാത്രം ആഴമേറിയ കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തുറന്നു കൊണ്ടുവന്നത്. വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ പബ്ലിക്കിന് അതൊന്നും കണ്ടാൽ മനസ്സിലാകില്ലല്ലോ. അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ പബ്ലിക്കിന് അത് കേട്ടാലല്ലോ മനസ്സിലാവൂ. അവർക്ക് കണ്ണാലെ കാണാൻ കഴിയണം. കാണാൻ കഴിയുകയാണെങ്കിൽ അവര് ചില കാര്യത്തിന് ആമേൻ പറഞ്ഞാണ്. ഇപ്പൊ ഇത് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് സ്കൂൾ എവിടെ, കോളേജ് എവിടെ, ഓർഫനേജ് എവിടെ എന്നൊക്കെ. എനിക്കറിയാവുന്ന ചില ദൈവദാസന്മാര് വടക്കേ ഇന്ത്യയിൽ സ്കൂൾ നടത്തുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഈ പറയുന്നത്. കേൾക്കുന്ന ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള 1-2 ഇൻസിഡൻസ് മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അവര് സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് വടക്കേ ഇന്ത്യയിലേക്ക് വണ്ടി കയറിയത്. അവിടെ ചെന്ന് അതിന് സഹായകരമായി അവിടെ കാലുറച്ച് നിൽക്കണമല്ലോ. ആ ഒരു നിലയിൽ ഒരു സ്കൂളൊക്കെ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകാമെന്ന് ചിന്തിച്ചു. കാലാന്തരത്തിൽ സംഭവിച്ചത് എന്നാണെന്നറിയാവോ? കാലാന്തരത്തിൽ സംഭവിച്ചത് അവരുടെ LP സ്കൂള് UP ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടിക്ക് സർക്കാരിന്റെ പുറകെ ഓടി നടക്കുകയാണ്. UP ആയി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് നല്ല നിലയിൽ മുൻപോട്ട് പോകുന്നു. അപ്പോ ഹൈസ്കൂളും കൂടെ ഒന്ന് ആക്കണം. അത് ഹൈസ്കൂളും കൂടെ ആക്കി കഴിഞ്ഞാൽ അവിടെ തീരില്ല. അതായത് ഹൈസ്കൂൾ കഴിഞ്ഞാൽ അവിടെ +1 +2 ഉണ്ടല്ലോ, അതും കൂടെ വേണം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ, അതായത് 12ാം ക്ലാസ് വരെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ. ഒരു പക്ഷേ ആ ഉദ്ദേശിയുടെ ഉള്ളില് ഒരു ചെറിയ കോളേജും കൂടെ തുടങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ഉള്ളിൽ കയറി നമുക്ക് നോക്കാൻ പറ്റുമോ? ചിലപ്പോൾ കാണുമായിരിക്കും. എന്തായാലും LP സ്കൂളിൽ തുടങ്ങി UPയും കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് എത്തി. പുള്ളി പോയപ്പോൾ നല്ല കറുത്ത തലമുടിയായിട്ടാണ് പോയത്. മലയാളക്കരയിൽ നിന്ന് പോയത്. ഇപ്പൊ നല്ല വെളുത്ത മുടിയായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പമ്പയാറ്റിലെ വെള്ളം ഒത്തിരി ഒഴുകി വേമ്പനാട് കായലിൽ ചെന്ന് ലയിച്ച് ചേർന്നു. കാലങ്ങൾ ഒത്തിരി ഒഴുകിപ്പോയി. അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണോ ഇറങ്ങി തിരിച്ചത്, ആ ഉദ്ദേശം ഒന്നും പൂർത്തീകരിക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോ സൈറ്റാൻ നമ്മളെ പലപ്പോഴും ഡീവിയേറ്റ് ചെയ്യിക്കും, വഴിതിരിച്ചുവിടാൻ ശ്രമിക്കും. 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്വലന്മാരെയും വിശുദ്ധന്മാരെയും വഴിതിരിച്ചുവിടാൻ പറ്റിയില്ല. അടുത്തടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അതിന് പറ്റിയില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വഴിതിരിച്ചു വിട്ടു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മലയാളക്കരയിൽ പെന്റിക്കോസ്റ്റിന്റെ മൂവ്മെന്റ് ആരംഭിച്ച ആ ഒരു കാലഘട്ടത്തിലും അവരെയും വഴിതിരിച്ചു വിടാനുള്ള പരിപാടിയൊക്കെ സാത്താൻ ചെയ്തു കാണും. എന്തായാലും അവർ അതിൽ ഉറച്ചു നിന്ന് ദേശം മുഴുവനും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു. ഇന്ത്യയിൽ എമ്പാടും കടന്നുപോയി. ആ ആരംഭകാലത്ത് പോയ ആരും സ്കൂളും കോളേജും ഒന്നുമല്ല നടത്തിയത്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കടന്നു ചെന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചു, പാപത്തിന് കൊടുത്ത വിലയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആ വിടുതലിന്റെ സന്ദേശം, ഏത് വിടുതലാ? പാപത്തിൽ നിന്നുള്ള വിടുതലിന്റെ സന്ദേശം ലോകത്തെ അറിയിച്ചു, രാജ്യത്തെ അറിയിച്ചു. അങ്ങനെയാണ് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും പെന്തക്കോസ്റ്റ് ചർച്ചസ് ആരംഭിക്കാൻ ഇടയായത്. അല്ലാതെ അവിടെയൊക്കെ പോയി ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് പാരസെറ്റാമോൾ കൊടുത്തിട്ട് പിന്നെ അവരോട് യേശുക്രിസ്തു രക്ഷകനാകട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല ആളുകളെ ഒന്നും രംഗത്ത് കൊണ്ടുവന്നത്. എനിക്കറിയാവുന്ന ദൈവദാസന്മാരുണ്ടെന്നേ, അവർ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഫ്രണ്ട് ഡോർ മിനിസ്ട്രി ചെയ്തവരാണ്, ബാക്ക് ഡോർ മിനിസ്ട്രി അല്ല. അപ്പോസ്തലന്മാർ ആരും ബാക്ക് ഡോർ മിനിസ്ട്രി ചെയ്തവരല്ല, അവര് ഫ്രണ്ട് ഡോർ മിനിസ്ട്രി ചെയ്തവരാണ്. അഭിഷേകത്തോടെ നേരെ കടന്നു എന്ന് സാത്താന്റെ കോട്ടകളെ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കടന്നു എന്നാണ് കെട്ടപ്പെട്ട ആടുകളെ അഴിച്ചോണ്ട് വന്നത്. അതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. സ്കൂളും കോളേജും നടത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇനി ആളെ കൊണ്ടുവരുന്നതൊക്കെ പോട്ടെ, അതൊരു സാമൂഹ്യ സേവനം അല്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായും അതെ. അതിന് ചുമതലപ്പെട്ട ആളുകളെ ദൈവം ഉത്സാഹിപ്പിച്ചോളും, അവരത് ചെയ്തോളും. അത് കണ്ട് നെഞ്ചുവേദന എടുത്തിട്ട് നമ്മുടെ സമൂഹം അതിനു വേണ്ടിയിട്ട് ഉത്സാഹിച്ച് പോട്ടെ ആവശ്യമില്ലെന്നേ. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. പെന്തക്കോസ്റ്റിന്റെ മിഷണറിമാര് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തില് കൽക്കട്ട പട്ടണത്തില് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ കുറെ ഹെക്ടർ സ്ഥലം ഇവർ വാങ്ങിച്ചിരുന്നു. അവിടെ പ്രസിദ്ധമായ മാർക്ക് ബണ്ടൈൻ സ്കൂൾ നടക്കുന്നു. പ്രസിദ്ധമായ മാർക്ക് ബണ്ടൈൻ ഹോസ്പിറ്റൽ, വലിയ പ്രസിദ്ധമായ ചെറിയ ഹോസ്പിറ്റൽ അല്ല, നമ്മുടെ നാട്ടിലെ ലിസി ഹോസ്പിറ്റലൊക്കെ പോലെയുള്ള വലിയ ഹോസ്പിറ്റൽ, അങ്ങനത്തെ വലിയൊരു ഹോസ്പിറ്റൽ അവിടെയുണ്ട്. ഞാൻ ഒരു 4-5 വർഷം മുമ്പ് കേട്ടൊരു കാര്യം, ആ ഹോസ്പിറ്റൽ അവർക്ക് നടത്താൻ പറ്റാത്തത് കൊണ്ട് അത് ലീസിന് കൊടുത്തു. അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് എടുത്ത് ആ ഹോസ്പിറ്റൽ റൺ ചെയ്യിക്കുന്നത്. മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ് അത് എടുത്തിട്ട് അത് ചെയ്യുന്നത്.
അപ്പൊ മിഷനോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിന് സപ്പോർട്ട് കൊടുക്കില്ലേ? ഈ പറയപ്പെട്ട മിഷനിൽ ദൈവത്തിന്റെ പദ്ധതിയും കയ്യൊപ്പും ഉണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാവിധ ബാക്കപ്പും സ്വർഗത്തിലെ ദൈവം കൊടുക്കും. അപ്പൊ അത് കൊടുക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ എന്താ അതിൽ നിന്ന് പഠിക്കുന്നത്? അത് ദൈവത്തിന്റെ കാര്യപരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ട്രൈബൽ മിഷന്റെ ഹോസ്പിറ്റല്, അതായത് അവരുടെ ക്ലിനിക്കുകളുണ്ട്, അട്ടപ്പാടിയിലൊക്കെ ഉണ്ട്, അതെല്ലാം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. അതൊന്നും മൾട്ടി സ്പെഷ്യാലിറ്റി മൈൻഡിലല്ല അവർ നടത്തുന്നത്. അത് സാധുക്കളിൽ സാധുക്കളായ മനുഷ്യരെ അവരെ സെർവ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തില്, അത് എല്ലാ നിലയിലും അവർക്ക് സേവനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ലേ അവരത് നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലാതെ അവരെ ഞെക്കിപ്പിഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നുള്ള ചില്ലറയെല്ലാം മേടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല അവർ നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ഇടയിലുള്ള കുട്ടികളൊക്കെ പഠിച്ച് ഡോക്ടറൊക്കെ ആയി കഴിഞ്ഞാൽ അവർ ഓരോരോ ഗ്രാമങ്ങളിലും ഒക്കെ കടന്നുപോയി അവിടെ ഒരു ക്ലിനിക്ക് ഇട്ട് അവിടെ ആളുകളെ സേവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല. ഈ ഒരു സമൂഹം എന്ന നിലയിൽ അതിന് തുനിഞ്ഞിറങ്ങാത്ത എന്താന്നുള്ള ചോദ്യത്തിനാ ഞാൻ ഈ മറുപടി പറഞ്ഞത്. നിങ്ങൾക്ക് തിരിഞ്ഞോ ഞാൻ പറഞ്ഞത്? ഒരു സമൂഹം എന്ന നിലയിൽ അതിലെ ശുശ്രൂഷകരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം സ്കൂളും കോളേജും ഹോസ്പിറ്റലും നടത്തുന്ന കാര്യത്തിൽ വ്യാപൃതരാകണം എന്നുള്ള ആശയത്തെയാണ് ഞാൻ ഖണ്ഡിക്കുന്നത്. അതേസമയം നമ്മുടെ ഇടയിലുള്ള വിശ്വാസികൾക്ക് സ്കൂളോ കോളേജോ ഒക്കെ നടത്താമല്ലോ. നമ്മുടെ ഇടയിലുള്ള യൗവനക്കാര് പഠിച്ച് ഡോക്ടർ ആയി കഴിഞ്ഞ് ഒരു വിദൂർവപൂർവ്വ ഗ്രാമത്തിൽ പോയി, ന്യൂയോർക്കിലേക്ക് തന്നെ പോകണമെന്ന് ശാഠ്യം പിടിക്കല്ലേ? ബീഹാറിലോ ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ ഒരു ഗ്രാമത്തിൽ കടന്നു ചെന്ന് നിങ്ങൾക്ക് അവിടെ ജനത്തെ സേവിക്കാം, ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കാം, അവരോട് സുവിശേഷം പറയണമെന്നോ അവരെ പെന്തക്കോസ്ത് അനുഭവത്തിൽ കൊണ്ടുവരണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിസ്വാർത്ഥമായ സേവനം ഏത് ജാതി മതസ്ഥനും ആകട്ടെ, അവർക്ക് വേണ്ടുന്നതായ ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. അതേസമയം കർത്താവിന്റെ അഭിഷിക്തന്മാർ ആത്മാവിൽ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ഹോസ്പിറ്റലിൽ നടത്തുന്നു, അതേസമയം തന്നെ ഇത് രണ്ടും കൂടെ നടക്കുമോ? അത് നടത്താൻ ചുമതലപ്പെട്ട ആളുകൾ അത് നടത്തട്ടെ, അല്ലാത്ത ആളുകള് അതിനുവേണ്ടി തുനിയാതിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സമൂഹം എന്ന നിലയിൽ അതിലെ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം, അതുപോലെ തന്നെ അതിലെ വിശ്വാസികളുടെ ഉത്തരവാദിത്വം, ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വവും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ മാതൃകയായി എടുക്കുന്നത് അപ്പോസ്തലന്മാരെയാണ്, അവരുടെ ശുശ്രൂഷയാണ് എടുക്കുന്നത്. ആ ശുശ്രൂഷയിൽ അവരെങ്ങനെ പെരുമാറി, അപ്പോസ്തലന്മാർ എങ്ങനെ പെരുമാറി, അവരുടെ സഞ്ചാരങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉത്സാഹിക്കേണ്ടത്. എല്ലാ നിലയിലും അങ്ങനെ തന്നെ ഉത്സാഹിക്കണം, ലെവൽ ബെസ്റ്റ് ഉത്സാഹിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഏതൊരു ശുശ്രൂഷകനെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. അങ്ങനെ ഒരു ആഗ്രഹം വേണം. എനിക്ക് അപ്പോസ്തലന്മാര് നടന്ന വഴിയിലൂടെ നടക്കണം, അവര് പെരുമാറിയതുപോലെ പെരുമാറണം എന്നൊക്കെ ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം സഹായിക്കും. അപ്പോസ്തലനായ പത്രോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, അവർ പല ദിക്കുകളിലും കടന്നു എന്ന് സുവിശേഷം അറിയിച്ചു, സഭകൾ സ്ഥാപിച്ചു. അങ്ങനെ അവർ ആ ദേശങ്ങളിൽ കടന്നു എന്ന് സഭകൾ സ്ഥാപിച്ചപ്പോൾ അവിടെയൊക്കെയുള്ള കൈസറിന്റെ സാമന്തന്മാരുമായിട്ട് ചങ്ങാത്തത്തിലായിരുന്നു. അവരുടെയൊക്കെ സഹായത്താലാണോ ഇവര് സുവിശേഷം അറിയിച്ചത്? ആ ദേശത്തെ പഞ്ചായത്ത് മെമ്പറെ ചെന്ന് കണ്ടിട്ട് ആ മെമ്പറുടെ സഹായത്താലാണോ ഇവര് സുവിശേഷം അറിയിച്ചത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെയാണോ അവർ ചെയ്തത്? അവര് അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൽ കടന്നുപോയി. അവർക്കറിയാം അവരുടെ മേൽ ഒരു അധികാരം ഉണ്ടെന്ന്. അത് തന്നെയല്ല, അവരൊരു സ്വരം കാതുകളിൽ കേട്ടിട്ടുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, അതുകൊണ്ട് പോയി സുവിശേഷം അറിയിക്കുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങൾ കടന്നു എന്ന് അറിയിക്കണം എന്നല്ലേ അവരുടെ കാതുകളിൽ അവർ കേട്ടത്. അതിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് അവർ കടന്നു എന്ന് സുവിശേഷം അറിയിച്ചത്. അത് യോപ്പയിലാകട്ടെ, കൊർന്നലിയോസിന്റെ ഭവനത്തിലാകട്ടെ, അത് കൊരിന്തിലാകട്ടെ, തീത്തോസിസ്തോസിന്റെ വീട്ടിലാകട്ടെ, എവിടെയാണെങ്കിലും കടന്നു എന്ന ദിക്കുകളിലൊക്കെ അവർ നിർമ്മലമായ സുവിശേഷം അറിയിച്ചു. അവരവിടെ സഭകൾ സ്ഥാപിച്ചു. അനേകർ സത്യവിശ്വാസത്തിന്റെ ഭാഗമായി കടന്നു വന്നു. അതായിരുന്നു അപ്പസ്തോലികമായ മാതൃകയായിട്ട് നമ്മുടെ മുൻപിലുള്ളത്. നമ്മുടെ ശുശ്രൂഷകന്മാരെല്ലാം ആ ഒരു ബോധ്യത്തിൽ തന്നെ സഞ്ചരിക്കണം. അങ്ങനെ തന്നെ അവർ കാര്യങ്ങളെ ചെയ്യണം. അങ്ങനെ തന്നെ അവർ മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവം കൂടെ ഇരുന്ന് ഈ രാജ്യത്തും അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കില്ലേ? ഞാൻ ഉദ്ദേശിച്ച രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞേക്കാം, നിങ്ങളായിരിക്കുന്ന ന്യൂസിലാൻഡും.
പുരാതന കാലത്ത് അപ്പസ്വലന്മാര് കടന്നു ചെന്ന രാജ്യങ്ങളില് അവരോട് കൂടെ ഇരുന്ന് ദൈവം അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചെങ്കില് ഇന്ന് നിങ്ങൾ കടന്നു ചെന്നിരിക്കുന്ന ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ദേശത്തും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടും പ്രവർത്തിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആ ആഗ്രഹം ജ്വലിക്കണം, അത് കത്തി ജ്വലിക്കണം, ദൈവപ്രവൃത്തികൾ വെളിപ്പെടണം. ആ ദേശത്തിന്റെ പൊതു സ്വഭാവത്തെ ഒന്ന് ഓർത്ത് നമ്മൾ ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. ആ ദേശത്തിനൊരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാത്തിനും റിജക്ട് ചെയ്യാന്നുള്ളൊരു പൊതു സ്വഭാവം. ഒരു ട്രാക്ട് കൊടുത്താൽ ഒരു നിമിഷം നിൽക്കാമോ, ഞാൻ ക്രിസ്തുവിനെ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടെയുള്ള നട്ടിനോടോ ബോൾട്ടിനോടോ ഹെൻറിയോടോ മാറ്റിനോടോ ഗീറ്റിനോടോ അങ്ങനെയൊക്കെയല്ലേ അവരുടെ പേര്. അങ്ങനെയുള്ള പുള്ളികളോട് പറഞ്ഞ ഉടനെ അവർ പറയില്ലേ, നോ 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 ഡിസ്റ്റർബ് ചെയ്യരുന്ന് പറയില്ലേ. അതായത് ഒരു റിജക്ഷനാണ് വരുന്നത്. ആ റിജക്ഷനെ നമ്മൾ കാണുന്ന ഇത്രയേ ഉള്ളൂ. അതൊക്കെ ചില അനാക്യ മല്ലന്മാരാണ്. അവിടെയുള്ള ജനത്തെ ആ ഒരു നിലയിൽ ബിഹേവ് ചെയ്യാൻ പാകത്തിന് പ്രേരിപ്പിക്കുന്ന ചില സ്പിരിറ്റുകൾ അതിന്റെ പുറകിലുണ്ട്. അതൊക്കെയാണ് ചില അനാക്യ മല്ലന്മാരെന്ന് പറയുന്നത്. ആ സ്പിരിറ്റുകളെല്ലാം കാൽക്കീഴിലിടണമെന്നേ. ആ സ്പിരിറ്റുകളെല്ലാം കാൽക്കീഴിൽ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി മുൻപോട്ട് പോകാൻ കഴിയൂ. അല്ലാതെ ന്യൂസിലാൻഡിൽ നിങ്ങൾ സ്കൂളും കോളേജും നടത്തിയിട്ടല്ലോ കാര്യമുണ്ടോ? നിങ്ങൾ ന്യൂസിലാൻഡിൽ ചെന്നിട്ട് സ്കൂൾ നടത്താൻ പോവാണ്, ഓക്കെ ഗുഡ്. എന്താ അതിന്റെ പേരിൽ അനാക്യ മല്ലന്മാര് നിങ്ങളുടെ കാൽക്കീഴിൽ വരുവോ? വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപതികളും ഒക്കെ കാൽക്കീഴിൽ വരുവോ? ഈ പറയപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ദൈവസഭയുടെ കാൽക്കീഴിൽ വരണം. കാൽക്കീഴിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് സുവിശേഷം അറിയിക്കാൻ കഴിയൂ. അധ്വാനമുണ്ട്. അങ്ങനെ ആത്മയുദ്ധങ്ങളും അധ്വാനങ്ങളും ഒക്കെയായിട്ട് ദൈവത്തിന്റെ ജനം നടക്കുമ്പോൾ അവര് സ്കൂൾ നടത്താനും ഹോസ്പിറ്റൽ നടത്താനും മറ്റ് ഇതര കാര്യങ്ങൾക്കും അവർക്ക് സാവകാശമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ ചോദ്യത്തിന്റെ ഒരു മറുപടി അവിടെ കൊടുത്തത് ഞാൻ ഇവിടെ നിങ്ങളുടെ നടുവിൽ കുറച്ച് വിശദമായി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാര് വിശുദ്ധന്മാരുടെ പ്ലാറ്റ്ഫോമുകളിൽ കടന്നു വരുന്നതിനോടുള്ള ബന്ധത്തിൽ പല കോണുകളിൽ നിന്ന് സംസാരങ്ങൾ വരുന്നുണ്ട്. നമ്മളൊരു കൂട്ടർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, പല കോണുകളിൽ നിന്ന് അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഈ മുഖ്യധാര രാഷ്ട്രീയത്തോട് വളരെ ആഭിമുഖ്യമുള്ള ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്. വിശേഷാൽ ഈ പറയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആയിട്ട് വളരെ സഹവർത്തിത്വത്തിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതൊക്കെ നമ്മുടെ പുതുതലമുറയൊക്കെ കാണുകയല്ലേ. അതൊക്കെ പലരെയും സ്വാധീനിക്കും. അവരൊക്കെ ആ പറയുന്ന ആശയങ്ങൾക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ചില ഉത്തരങ്ങളൊന്ന് തേടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓടിച്ചു പറയാം. ഞാനൊരു ദൈവദാസന്റെ കുറിപ്പ് കണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കണ്ടതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അത് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചില പോയിന്റ്സ് തിരിച്ചു പറയുകയാണ്. അതായത് പ്രധാനമായി അദ്ദേഹം പറയുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആ മെസ്സേജൊക്കെ പറഞ്ഞതിന് ശേഷം ഈ റാന്നിയിലുള്ളൊരു പ്രസിദ്ധനായ സീനിയർ പാസ്റ്റർ അദ്ദേഹം അവരുടെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ പോർഷൻ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വന്നു. അദ്ദേഹം അതിനകത്ത് ഭയങ്കര വിശുദ്ധിയിൽ നിന്ന് പ്രസംഗിക്കുന്നതായിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. പുള്ളി പറയുന്നത്, നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കേണ്ടവരാണ്, നമ്മളിങ്ങനെ പൊളിറ്റിക്സിലൊന്നും ഇടപെടേണ്ട ആളുകളല്ല എന്നൊക്കെയാണ്. അപ്പോൾ ഒരു 10 ദിവസം മുമ്പ് അദ്ദേഹം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്ത് ആളുകൾ ഇങ്ങനെ പ്രസിദ്ധം ചെയ്യുമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിങ്ങനെ ഓടിക്കളിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന സമൂഹത്തെ പരിഗണിക്കണം, ഞങ്ങൾക്ക് കോർപ്പറേഷനുകളിലും ഇതിൻ്റെയൊക്കെ തലപ്പത്തൊക്കെ ഞങ്ങളുടെ ആളുകൾ വരണം, ഞങ്ങൾക്ക് സംവരണം വേണം, ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് തികച്ചും രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ പറഞ്ഞ ആൾ ഇപ്പോൾ പറയാണ് രാഷ്ട്രീയമൊന്നും വേണ്ട എന്നുള്ള നിലയിൽ. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഞാൻ മേൽപ്പറഞ്ഞ ദേവദാസൻ ഈ കുറിപ്പ് എഴുതി വിട്ടിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നു. അതിലെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ വിശുദ്ധന്മാർക്ക് രാഷ്ട്രീയം പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് രാഷ്ട്രീയം പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ടോ? ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല എന്ന്. വിശുദ്ധ തിരുവെഴുത്തിൽ വിശുദ്ധന്മാർക്ക് രാഷ്ട്രീയം നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്തിനെ രണ്ടായിട്ട് കാണണം. ഒന്ന് പഴയ നിയമവും ഒന്ന് പുതിയ നിയമവും. അത് രണ്ടും രണ്ടായിട്ട് കണ്ടുകൊണ്ടല്ലാതെ എങ്ങനെ മറുപടി പറയും? ചാടിക്കേറി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ ഏറ്റവും പ്രഥമമായ ഉത്തരവ് ഞാനീ പറയുന്നത്, വിശുദ്ധ തിരുവെഴുത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് കാണുന്നത്, പഴയ നിയമവും പുതിയ നിയമവും.
പഴയ നിയമം വ്യാഖ്യാനിക്കുന്ന രീതി ഒന്ന് വേറെയാണ്, പുതിയ നിയമം വ്യാഖ്യാനിക്കുന്ന രീതി ഒന്ന് വേറെയാണ്. അപ്രോച്ചുകൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ? അതിന് രണ്ടിനെയും നമ്മൾ സമീപിക്കുന്ന വ്യത്യസ്ത രീതിയിലല്ലേ? അപ്പോൾ അതിൻ്റെ വിശദീകരണം പറയാണ്. ദൈവവചനത്തിൽ ദൈവദാസന്മാർ പൊതു സമൂഹ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് പ്രതികരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. പഴയ നിയമത്തിലെ ഉദാഹരണങ്ങളാണ് പുള്ളി എടുക്കുന്നത്. മോശ അടിമത്തത്തിനെതിരെ രാജാവിനോട് നേരിട്ട് ചോദ്യം ചെയ്തു. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാം എന്നുള്ളതാണോ ഈ പറഞ്ഞതിൻ്റെ സാരം? മോശ ഒരു രാജാവിനോട് ചോദ്യം ചെയ്യാൻ പ്ലാൻ ചെയ്ത ആളല്ല. പുള്ളി തൻ്റെ സ്വജനമായ ഇസ്രായേല് മിസ്രൈമിൽ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ആത്മാവിൽ ചൂട് പിടിച്ചവനായി മിസ്രൈമിനെ അടിച്ചു കൊന്നു, എന്നിട്ട് മണലിൽ കുഴിച്ചിട്ടു. അങ്ങനെ നാട് വിട്ട് ഓടേണ്ടി വന്ന മനുഷ്യനാണ്. പുള്ളിക്ക് അടിമത്തത്തിനെതിരെയോ ഒന്നിനെതിരെയും സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. ആടുകളോട് സംസാരിക്കാനേ താല്പര്യമുള്ളൂ. അമ്മായിയപ്പൻ്റെ ആടുകളുമായി ആ ഹോരേബോളം ചുറ്റിക്കറങ്ങി ഇങ്ങനെ പോവുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ പുള്ളിക്ക് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. അതിലപ്പുറമുള്ള കാര്യങ്ങൾ ചിന്തിച്ച ആളല്ല പുള്ളി. എന്നാൽ സർവശക്തനായ ദൈവം അഗ്നി ജ്വാലയിൽ അവിടെ പർവ്വതത്തിൽ ഇറങ്ങി വരികയാണ്. എന്നിട്ട് മോശയെ വിളിക്കുകയാണ്. മോശെ എന്ന് പറഞ്ഞ് വിളിച്ച് മോശയെ ഒരു ദൗത്യം പരമേൽപ്പിക്കുകയാണ്. അല്ലാതെ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും അല്ല മോശയെ വിളിച്ചത്. എന്നിട്ട് മോശയുടെ കയ്യിലേക്ക് ചങ്കടി കൊടുത്തിട്ട് ഇല്ല മരിക്കില്ലെന്ന് പറയാനല്ല മോശയെ വിളിച്ചത്. മോശയോട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുകയാണ്, അതായത് എൻ്റെ ജനമായ ഇസ്രായേലും മിസ്രൈമിൽ ഇപ്പോൾ അടിമത്തത്തിലാണ്. അവരുടെ പിതാവായ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് ഞാൻ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണം എന്ന നിലയിൽ അവരെ അവിടെ നിന്ന് വിടുവിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി മുന്നിട്ടിറങ്ങി ഫറവോന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കാനും ഒക്കെ ഞാൻ കണ്ടിരിക്കുന്ന നിന്നെയാണ്. നീ അതിനു വേണ്ടി പോകണം, നിന്നെ ഞാൻ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് ആരാ? സിസ്റ്റാവായ ദൈവമാ. അല്ലാതെ പിണറായി വിജയൻ മോശയെ വിളിച്ചിട്ട് പറയാണ് 5-ാം വാർഡിൽ മോശയാണ് നിൽക്കുന്നത് എന്ന് മോശയോട് പറഞ്ഞൊന്നുമില്ല. അങ്ങനെയാണോ പറഞ്ഞതിൻ്റെ സാരം? ഇതൊരു ആത്മീയ വിഷയമാണ് അല്ലേ? ഇതൊരു ആത്മീയ വിഷയമാണ്. ദൈവം നേരിട്ട് ഇടപെടുന്നൊരു കാര്യമാണിത്. അതിനെ നമ്മൾ ഇന്നത്തെ പൊതു പൊളിറ്റിക്സുമായിട്ടാണ് കൂട്ടിക്കെട്ടി പറയേണ്ടത്, വിശദമായി പറയേണ്ടതാണ്. ഞാൻ ഓടിച്ചു വിടുക. അപ്പോൾ ആ പറയുന്നൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. അടുത്ത് നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ പാപത്തിനായി ശാസിച്ചു. തിരക്കേടില്ല. നാഥാൻ പ്രവാചകന്റെ സ്ഥാനത്താണോ ഇന്നത്തെ പഞ്ചായത്ത് മെമ്പർ നിൽക്കുന്നത്? നാഥാൻ എന്ന ആരോടാ സംസാരിച്ചത്? ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദിനോടാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിനകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ദൈവം അവിടെ ആക്കി വെച്ചിട്ടുള്ള ദൈവത്തിന്റെ ശുശ്രൂഷ വൃന്ദങ്ങളുണ്ട്. അതായത് പുരോഹിതനുണ്ട്, രാജാവുണ്ട്, പ്രവാചകനുണ്ട്. അവിടെ എന്തെങ്കിലും പ്രമാണ ലംഘനങ്ങളോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ അവരെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് പ്രവാചകനെ ആക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രവാചക ദൗത്യമാണ് അവിടെ ചെയ്യുന്നത്. മുനിസിപ്പൽ ഓഫീസിൽ പോയിട്ടല്ല നാഥാൻ ഇത് സംസാരിക്കുന്നത്. നമ്മൾ ആ രീതിയിലാണ് അതിനെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദാവീദ് ആരുടെ നിഴലായിട്ട് നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരില്ലേ? അല്ലേ? അവിടെ ദാവീദ് ആരുടെ നിഴലായിട്ട് നിൽക്കുന്നു, നാഥാൻ എന്ത് നിഴലായിട്ട് നിൽക്കുന്നു, ഏത് രീതിയിലാണ് നമ്മളത് പരിഗണിക്കുന്നത്? അത് ഇന്നത്തെ ലോകക്രമമായിട്ടാണ് നമ്മൾ കൂട്ടിവെക്കുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്ന ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യത്തിലെ രാജാക്കന്മാരാണ് നാം ഓരോരുത്തരും. അന്ന് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് ഒരു രാജ്യത്വം അവർക്ക് കൊടുത്തു. ദാവീദ് അവരുടെ രാജാവാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും രാജാക്കന്മാരാണ്. നമ്മുടെ നടുവിൽ ദൈവം ആക്കി വെച്ചിട്ടുള്ള പ്രവാചകന്മാരുണ്ട്, പ്രവചന വരവുള്ളവരുണ്ട്. നമ്മൾ അങ്ങനെ ദൈവഹിതത്തിന് വിരുദ്ധമായി വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്മാർ നമ്മോട് വന്ന് നാഥാനെ പോലെ സംസാരിക്കും. അല്ലാതെ മുനിസിപ്പൽ ഓഫീസിൽ പോയി സംസാരിക്കുന്ന കാര്യമല്ല അത്. അതിനെ ആത്മീയമായിട്ടല്ലേ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് കാണാൻ കഴിയൂ. അതിനെ അങ്ങനെ തന്നെ എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നിട്ട് ചെയർമാനോട് സംസാരിക്കുന്നതായിട്ടാണോ കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത് പറയുന്ന ഏലിയാവിൻ്റെ കാര്യമാണ്. ഏലിയാവ് ആഹാബ് രാജാവിൻ്റെ അനീതിക്കെതിരെ നിലകൊണ്ടു. എപ്പോഴും ആഹാബിനെതിരെ നിന്ന് സംസാരിച്ചു ഏലിയാവ്. നോക്കണം, ഇതൊക്കെ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ ആത്മീയ വശങ്ങളല്ലേ എടുക്കുന്നത്. ഏലിയാവും ആഹാവും ഇസ്രായേലും അവിടുത്തെ ആത്മീയ അന്തരീക്ഷങ്ങളും യഹോവയായ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഇതൊക്കെ വെച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അവരെന്ന് സമൂഹത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നടുവിൽ അവർ ഇടപെട്ടു. ചില പ്രവാചകന്മാർ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. യോനയുടെ കാര്യം പറയാം. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നടുവിൽ പ്രവചിച്ചിരുന്ന പ്രവാചകന്മാരായ യെശയ്യാവും ഇരമ്യാവും ഒക്കെ അടുത്തുള്ള രാജ്യങ്ങളായ ബാബേലിനോടും അശൂറിനോടും അരാമിനോടും മിസ്രൈമിനോടും ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. അവിടെ എന്ത് സംഭവിക്കും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. അല്ലാതെ മിസ്രൈമിലെ ദൈനംദിന കാര്യങ്ങളിൽ ഇവരാരും പോയി ഇടപെട്ടിട്ടില്ല.
അല്ലാതെ ബാബേലിലെ ദൈനംദിന കാര്യങ്ങളിൽ ഇവരാരും പോയി ഇടപെട്ടിട്ടില്ല. ഉണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത്? അടുത്തടുത്തുള്ള രാജ്യങ്ങളെക്കുറിച്ച് അവർ പ്രവചിച്ചിട്ടുണ്ടെന്നേ. ഇസ്രായേലും ആ രാജ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെ കണക്ട് ചെയ്തൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പ്രവചന സ്വരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഏലിയാവ് ആഹാബിന്റെ അടുക്കൽ വന്ന് പ്രവചന സ്വരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ എല്ലാം ആത്മീയ വശമല്ലേ നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചയായി നമ്മുടെ സാറ്റർഡേ മീറ്റിങ്ങിൽ കർമ്മേലിലെ തീയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഏലിയാവിനെയും ആഹാബിനെയും ഒക്കെ അടുത്ത് നിന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, അതിനൊക്കെ ആത്മീയ വശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓടിച്ചു വിടാം, താഴേക്ക് വിടാം. പിന്നീട് പറയുന്നുണ്ട്, ഇരമ്യാവ്, ആമോസ്, മീഖ മുതലായ പ്രവാചകന്മാരെല്ലാം ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ അനീതിക്കെതിരെ പ്രവാചക ശബ്ദം ഉയർത്തിയെന്ന്. ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ അനീതിക്കെതിരെ അവരെ ശബ്ദം ഉയർത്തിയെന്ന്. എന്താ സഹോദരങ്ങളെ പറയുന്നത്? ആ കാലഘട്ടത്തിലെ ഭരണാധികാരി എന്ന് പറയുന്ന ആരാ? യഹോവയായ ദൈവം നിയമിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ രാജാക്കന്മാര്. ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരോടാണ് ഈ പറയപ്പെട്ട പ്രവാചകന്മാർ പ്രവചിച്ചത്. അവിടെയുള്ള പല കാര്യങ്ങളിലുമാണ് അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഏത് രീതിയിലാണ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്? ആത്മീയമായി അല്ലേ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്? അനീതി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജനത്തോട് കാണിക്കേണ്ട സഹാനുഭൂതി ഒന്നും കാണിക്കാതെ പെരുമാറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ യഹോവയായ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും എറിഞ്ഞു കളഞ്ഞുകൊണ്ട് അവര് പെരുമാറിയ പെരുമാറ്റങ്ങൾക്കെതിരെയാണ് പ്രവാചക ശബ്ദങ്ങൾ വന്നത്. പല രാജാക്കന്മാരും അവരുടെ പിതാവായ ദാവീദ് നടന്ന വഴിയിലൂടെ നടന്നില്ല. വടക്കേ ദേശത്തെ രാജാവായ യെരോബയാം നടന്ന വഴിയിലൂടെ നടന്നു. യഹോവയെ കോപിപ്പിച്ചു, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവിടെയൊക്കെയാണ് പ്രവാചക ശബ്ദങ്ങൾ വന്നത്. വിശദമായി പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതും ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല പ്രിയരെ. അടുത്ത മേജറായിട്ടുള്ള ചോദ്യം വരുന്നത്, ഈ വിഷയത്തിൽ യേശുക്രിസ്തുവിന്റെ നിലപാട് എന്തായിരുന്നു? യേശുക്രിസ്തു അന്ന് എന്ത് നിലപാടെടുത്തെന്ന്? യേശുക്രിസ്തു കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല. പക്ഷെ നീതിയോടും അധികാര ദുരുപയോഗത്തോടും ശക്തിയായി പ്രതികരിച്ചു. പക്ഷെ യേശുക്രിസ്തു നീതിക്ക് വേണ്ടിയും അതുപോലെ അധികാര ദുർവിനിയോഗതയ്ക്കെതിരെയൊക്കെ യേശുക്രിസ്തു ശക്തമായി സംസാരിച്ചെന്ന്. എന്ത് അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? യേശുക്രിസ്തു അവിടെ എത്ര ദിവസം കൈസർക്കെതിരെ സംസാരിച്ചു? അധികാരം നടത്തുന്നത് കൈസറല്ലേ? കൈസറിന്റെ സാമന്തൻ അവിടെയുണ്ട്, പീലാത്തോസ്. അതുപോലെ തൊട്ടപ്പുറം ഹെരോദാവുണ്ട്. ഇവർക്കെതിരെ ഒന്നും യേശുക്രിസ്തു ഒന്നും പറയാൻ പോയിട്ടില്ലല്ലോ. അവരുടെ ഭരണം ശരിയല്ല, അവര് സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇങ്ങനെയാണോ? ഞങ്ങളുടെ നസ്രത്തിലേക്ക് അനുവദിച്ച ആ റോഡ് ഇതുവരെ ടാർ ഇട്ടിട്ടില്ല എന്ന് പീലാത്തോസിനോട് പറഞ്ഞില്ലല്ലോ, എന്ന് ഹെരോദാവിനോടും പറഞ്ഞില്ല. അവിടെ ടാർ ഇട്ടോ? കുടിവെള്ള ടാങ്ക് എങ്ങനെയായിരുന്നു? അതുപോലെ തൊഴിലുറപ്പുകാരുടെ ശമ്പളം കൂട്ടിയോ കുറച്ചോ? ഇതൊന്നും യേശുക്രിസ്തു ഇടപെട്ടില്ല. മത്തായി 23 കർത്താവ് അനീതിക്കെതിരെ സംസാരിച്ചത് എന്തനീതി? മത്തായി 23 പറയുന്ന കപടഭക്തിക്കെതിരെയാണ് യേശുക്രിസ്തു സംസാരിച്ചത്. ഇസ്രായേലിലെ പുരോഹിതന്മാർക്കെതിരെയാണ് സംസാരിച്ചത്. അവിടെ ശാസ്ത്രിമാരും പരീശന്മാരെയും മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അവരോടല്ലേ സംസാരിച്ചത്? അവരുടെ കപടഭക്തി, നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകൾ, ആ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ഇന്ന് പിണറായി വിജയനോടോ നരേന്ദ്രമോദിയോടോ പറയുന്ന കാര്യമാണോ അത്? എന്താ ഈ പറയുന്നത്? അതുപോലെ തന്നെ മത്തായി 23 പറയുന്നുണ്ടല്ലോ, ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അതായത് പതാരം കൊടുക്കുന്ന കാര്യമാണ്. അദ്ദേഹം അത് മുഴുവൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പതാരം കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്യണം. ന്യായവും വിശ്വസ്തതയും ദയയും വേണമെന്നാണ് പറഞ്ഞത്. അതൊക്കെ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ന്യായപ്രമാണം കൃത്യതയോടെ പാലിക്കാതെ അത് തെറ്റായി കൈകാര്യം ചെയ്യുന്നതിനെ കർത്താവ് കറക്റ്റ് ചെയ്യാണ്. മത്തായി 23 പറയുന്നത് മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും വെല്ലുവിളി നിറഞ്ഞ ഒരു ചാപ്റ്ററാണ്. അവരെ നിർത്തിപ്പൊരിക്കുന്ന ചാപ്റ്ററാണ്. അല്ലാതെ പീലാത്തോസും ഹെരോദാവും ഒന്നും മത്തായി 23 ഇല്ല. ഭരണാധികാരികൾ എന്ന് പറയുന്ന അവരാണ്. ഇവര് യഹൂദ മതത്തിന്റെ അധികാരികളാണ് ഈ പറഞ്ഞ ആളുകൾ. യഹൂദ സമ്പ്രദായങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് യഹോവയായ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ കർത്താവ് ചാട്ടവാറെടുത്തത്. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ചാട്ടവാറെടുത്തെന്ന് ബൈബിളിൽ വാക്യമില്ല. യെരുശലേം ദേവാലയത്തിൽ ചാട്ടവാറെടുത്തെന്ന്.
അതിനെല്ലാം തികഞ്ഞ ആത്മീയ ഉത്തരങ്ങളാണ്. വേറെ ഉത്തരങ്ങളൊന്നുമില്ല. അതിനോടനുബന്ധിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 4:18-19 നമുക്കറിയാം. പ്രസിദ്ധമായ നസറത്ത് മാനിഫെസ്റ്റോ. അവിടെ പറയുന്നത് എന്താ? അതായത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും പീഡിതന്മാരെ മോചിപ്പിപ്പാനും യേശുവിന്റെ ദൗത്യം സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അതായത് ലൂക്കോസ് 4:18-19 പറയുന്ന ആ വാക്യങ്ങൾ അദ്ദേഹം ചുരുക്കി പറയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ദെൻ പീഡിതന്മാരെ മോചിപ്പാൻ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക, അടുത്തത് പീഡിതന്മാരെ മോചിപ്പിക്കുക എന്നുള്ളത് അത് ചുരുക്കി എഴുതിയിരിക്കുകയാണ് ആ വാക്യം. അപ്പം യേശുവിന്റെ ദൗത്യം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞാൻ ഓർക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പറയപ്പെട്ട വാക്യം, അതായത് യേശുക്രിസ്തു ആയിരുന്നു ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പഠിപ്പിച്ച ആളുകളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ കമ്മ്യൂണിസവുമായിട്ട് വലിയ അടുപ്പമുള്ള ആളുകളുടെ എല്ലാ ഉള്ളിൽ വരുന്നൊരു ചിന്തയാണത്. ഈ വാക്യങ്ങളൊക്കെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ തങ്ങളുടെ ആശയത്തെ സ്ഥാപിക്കാനായിട്ട് വളച്ചൊടിക്കുന്നതായിട്ടാണ് ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്. അടുത്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം, ഈ പറയപ്പെട്ട കാര്യത്തിൽ അപ്പോസ്തലന്മാരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് അപ്പോസ്തലന്മാർ പറയുന്ന റോമാലേഖനം 13-ാം അധ്യായത്തിൽ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ, അതുപോലെ തന്നെ അധികാരത്തെ മാനിക്കണമെന്നും അവർ പറയുന്നു. പക്ഷെ അനീതിയെ പിന്തുണയ്ക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ അനീതി സംഭവിക്കുമ്പോൾ ദൈവദാസന്മാർ മൗനം പാലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. അതായത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് ഞങ്ങൾ മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ എന്ന്. അത് പറയുന്ന ആരോടാ? പീലാത്തോസിനോടോ ഹെരോദാവിനോടോ അല്ല. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ കേട്ടോ. ശ്രദ്ധിച്ചാലേ മനസ്സിലാവില്ല. അവിടെ അപ്പോസ്തലൻ പറയുന്നത് പീലാത്തോസിനോടോ ഹെരോദാവിനോടോ അല്ല. അവിടെ അപ്പോസ്തലന്മാർ പറയുന്ന മഹാപുരോഹിതന്മാരോടും പ്രമാണിമാരോടുമാണ് പറയുന്നത്. അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് ചുരുക്കം. ഞങ്ങൾ ദൈവത്തെക്കാൾ അപ്പുറം മനുഷ്യരെ അനുസരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അവിടെയാണ്. അതുപോലെ റോമലേഖനം 13-ാം അധ്യായത്തിലാകട്ടെ, പത്രോസിന്റെ ലേഖനത്തിലാകട്ടെ, ഇവിടെയൊക്കെ പറയുന്ന കാര്യമുണ്ട്. തിമത്തിയോസിന്റെ ലേഖനത്തിലാകട്ടെ, ഇവിടെയൊക്കെ പറയുന്ന കാര്യമുണ്ട്. എന്താ പറയുന്നത്? അതായത് ഭരണാധികാരികളെ ബഹുമാനിക്കണം, മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കണം, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം, സ്തോത്രത്തോടെ ജാഗരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രാജ്യത്തിന്റെ നിയമങ്ങൾ, ഏത് രാജ്യത്തെ നമ്മൾ പാർക്കുന്നതെന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഭരണാധികാരികളെ റെസ്പെക്ട് ചെയ്യണം. അത് എഴുതുന്ന കാലത്ത് ക്രിസ്ത്യാനികളെ മുച്ചൂടും മുടിക്കാനായിട്ട് നടക്കുകയായിരുന്നു കൈസർ. ആ സമയത്ത് ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ, ആദിമ വിശുദ്ധന്മാരുടെ ഉള്ളിൽ കൈസറോട് കോപം വരാം. കാരണം അനീതിയാണ് ചെയ്യുന്നത്, ക്രൂരതയാണ് ചെയ്യുന്നത്. അപ്പൊ കൈസർക്കെതിരെ അപ്പോസ്തലന്മാര് ശബ്ദം ഉയർത്താം. ഇദ്ദേഹം പറഞ്ഞ രീതിയിലാണെങ്കിൽ കൈസർ ചെയ്യുന്നത് അനീതിയാണ്, കൈസർക്കെതിരെ ശബ്ദം ഉയർത്താം. പക്ഷെ പൗലോസ് ശബ്ദം ഉയർത്തിയില്ല, പത്രോസ് ശബ്ദം ഉയർത്തിയില്ല. പകരം ദൈവജനത്തെ അവർ പ്രബോധിപ്പിച്ച എങ്ങനെയാ? ഭരണാധികാരികൾക്ക് കീഴടങ്ങണം, അവരെ ബഹുമാനിക്കണം, ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ. അപ്പോൾ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തണമെങ്കിൽ കൈസർക്കെതിരെ ശബ്ദം ഉയർത്തണ്ടേ? എന്തുകൊണ്ട് ഇവർ കൈസർക്കെതിരെ ശബ്ദം ഉയർത്തിയില്ല? ചിന്തിച്ചോണം കേട്ടോ ഈ പറയുന്നതൊക്കെ. അടുത്തത് പറയുന്നത്, അപ്പോൾ ഒരുവൻ പഞ്ചായത്ത് മെമ്പറോ MLA MP ഒക്കെ ആകുന്ന എങ്ങനെ തെറ്റാകുന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അന്നത്തെ കാലത്ത് പിന്നെ അതിനോടനുബന്ധിച്ച് വേറെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലേക്ക് സമയം പോയതുകൊണ്ട് ഞാൻ അതിലേക്കെല്ലാം പോകുന്നില്ല. അന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ നെഹമ്യാവ് ശൂഷൻ രാജധാനിയിൽ ഒരു ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്നു. അതുപോലെ ദാനിയേൽ അതിനു മുൻപ് അവിടെ ഗസറ്റഡ് റാങ്കിൽ ഇരുന്നയാളാണ് ദാനിയേൽ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഡയറക്റ്റ് പൊളിറ്റിക്സിൽ ഇടപെട്ടില്ലെന്നാണ് ചോദിക്കുന്നത്. എന്നാ മണ്ടൻ ചോദ്യങ്ങളാണ് ഇതൊക്കെ. നോക്കണം, അവിടെ നെഹമ്യാവാകട്ടെ ദാനിയേലാകട്ടെ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് അവിടെ എംപ്ലോയീസ് ആണ്, അവര് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതേസമയം അവിടുത്തെ രാജാവാണ് നമ്മളെന്ന് പറയുന്ന പൊളിറ്റിക്സ് അധികാരി എന്ന് പറയുന്നത്. നമ്മളിന്ന് പൊളിറ്റിക്സ് എന്ന് പറയുമല്ലോ,
ആ പൊളിറ്റിക്സിന്റെ സ്ഥാനത്ത് അവിടെ നമ്മൾ കാണുന്ന ആരെയാ? രാജാവിനെയാണ്. നെഹമ്യാവ് അവിടെ രാജാവായിന്ന് ബൈബിളിലില്ല. ദാനിയേൽ അവിടെ രാജാവായിന്ന് ബൈബിളിലില്ല. ജോസഫ് അവിടെ രാജാവായിന്ന് ബൈബിളിലില്ല. ജോസഫ് അവിടെ പ്രധാനമന്ത്രി ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ രാജാവിന്റെ കീഴിലുള്ളൊരു ഉദ്യോഗമാണത്. രാജാവിന്റെ കീഴിലുള്ളൊരു ഉദ്യോഗം, അല്ലാതെ അവിടുത്തെ ഭരണചക്രം തിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണം, ഇവരെല്ലാം ഇസ്രായേലിയരാണ്. ഈ ഇസ്രായേലിയർക്ക് ദൈവം ഒരു രാജ്യം കൊടുത്തിട്ടുണ്ട്. അതാണ് കനാൻ ദേശം. ആ കനാൻ ദേശത്ത് നിന്ന് ഇപ്പൊ അവർ പ്രവാസത്തിൽ കിടക്കാനുള്ള കാരണം എന്നാ? രാജ്യം നഷ്ടപ്പെട്ടവരാ അവര്. രാജ്യം നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്നാ? ദൈവത്തിന്റെ വചനം പ്രമാണിച്ചില്ല, ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചില്ല, അതിന് പ്രകാരം ജീവിച്ചില്ല എന്ന കാരണത്താൽ രാജ്യം നഷ്ടപ്പെട്ടു. മറ്റൊരു രാജ്യത്ത് അവര് ജോലിക്കാരായിട്ട്, ഗവൺമെന്റ് സെർവന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ അത് പ്രൊമോഷനാണോ അതെയോ താഴേക്ക് ഇറങ്ങിപ്പോയ അവസ്ഥയാണോ? അവര് യെരുശലേമിൽ നിന്ന് പോകേണ്ടി വന്നില്ലേ? അവര് സ്വന്തം ദേശത്ത് നിന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നില്ലേ? ആ പ്രവാസത്തിൽ പോയ കാലത്ത് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിൽ ചിലരെയൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ കൊണ്ടുവന്നു. ദൈവത്തിന് അവരെ കൊണ്ട് പദ്ധതികളുണ്ടല്ലോ, അതുകൊണ്ട് അവരെയൊക്കെ ചില പോസ്റ്റുകളിൽ കൊണ്ടുവന്നു. അത്ര തന്നെ. ഇന്ന് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മേജറായിട്ടുള്ള ഉദ്യോഗങ്ങളിലേക്ക് ചെല്ലണം, അല്ലേ? മേജറായിട്ടുള്ള ഉദ്യോഗങ്ങൾ വഹിക്കണം. അതുപോലെ കേരള ഗവൺമെന്റിന്റെ ആകട്ടെ, അമേരിക്കൻ ഗവൺമെന്റിന്റെ ആകട്ടെ, ന്യൂസിലാൻഡ് ഗവൺമെന്റിന്റെ ആകട്ടെ, അവിടെയൊക്കെയുള്ള ജോലികളിൽ നിങ്ങൾക്ക് ഏർപ്പെടാമല്ലോ. അതിനൂടെ ആരെങ്കിലും കുറ്റം പറഞ്ഞോ? നിങ്ങൾ ഡയറക്റ്റ് പൊളിറ്റിക്സിലേക്ക് വരുവാനായിട്ട് വചനം അനുവദിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ രാജാക്കന്മാരാണ്. നിങ്ങൾ ദൈവരാജ്യത്തിലെ രാജാക്കന്മാരാണ്. നിങ്ങൾ എങ്ങനെ ഈ ലോക രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് വരും? അപ്പോൾ സർക്കാർ ജോലിയിൽ ഏർപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഉപജീവനത്തോടുള്ള ബന്ധത്തിലാണ്. നിശ്ചയമായി ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഏർപ്പെടാം. അതിനകത്ത് തെറ്റില്ല, അതിനകത്ത് കുഴപ്പമില്ല. അതേസമയം ഡയറക്റ്റ് പൊളിറ്റിക്സിലേക്ക് ദൈവമക്കൾക്ക് കടന്നു വരുവാനായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് അനുവാദമില്ല. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല 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 കാര്യങ്ങളിൽ നമ്മൾ തലയിടേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തലയിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ പറ്റുമോ? നമുക്ക് അവരോട് പറയാൻ തന്നെ പറ്റുമോ? എൻ്റെ വിശ്വാസം അനുവദിക്കുന്നില്ല, ഞാൻ ഇതിനകത്തൊന്നും പങ്കെടുക്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പം നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദു ആയിരിക്കണം, അല്ലെ അവിടെ ജോലി കിട്ടില്ല. വഖഫ് ബോർഡിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ മുസ്ലിം ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തലവേദനയില്ല. അല്ലാത്ത സർക്കാരിൻ്റെ ഏത് പൊസിഷനിലും നിങ്ങൾക്ക് ജോലി ചെയ്യാമല്ലോ. നിങ്ങൾക്ക് നിശ്ചയമായും ജോലി ചെയ്യാം. നിങ്ങൾ ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രിയായി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ ആയി എന്ന് വിചാരിക്കുക. 2-3 യുദ്ധക്കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നീറ്റിലിറക്കണം. അപ്പോൾ അത് നീറ്റിലിറക്കണമെങ്കിൽ അതിന് ചടങ്ങുണ്ട് ഇന്ത്യയിൽ. ആ ചടങ്ങിനോടുള്ള ബന്ധത്തിൽ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാര്യയാണ് ഈ കപ്പൽ കടലിൽ ഇറക്കേണ്ടത്. അതാണ് ഇന്ത്യയിലെ ആചാരം. അത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് എനിക്കറിയില്ല. ആട്ടെ, ഈ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാര്യ വരുന്നു, അതുപോലെ സകല പൂജാരിമാരും അന്ന് അവിടെ ഉണ്ടായിരിക്കും. പള്ളിയിലച്ഛനും മുക്രിയൊന്നും ആ കാര്യത്തിൽ അവിടെ ഉണ്ടാകില്ല. വല്ല വിമാനം പറപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛനെ വിളിപ്പിച്ചിട്ട് 68 സങ്കീർത്തനം ഒന്ന് വായിച്ചേക്കാൻ ചിലപ്പോൾ പറയുമായിരിക്കും. ഈ കപ്പലിറക്കുന്ന സമയത്ത് സാധാരണ പൂജാരിമാർ പൂജാവിധി പ്രകാരമുള്ള എല്ലാ പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്തിട്ട് ആ തേങ്ങ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കും. ഭാര്യ എറിഞ്ഞു ഉടയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടോ മറ്റോ ആണ് ഈ സാധനം കടലിലേക്ക് ഇറക്കുന്നത്. അതെല്ലാം ഒരു മതപരമായ ചടങ്ങാണ്, അല്ലാതെ അതിന് സാമൂഹ്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? തികച്ചും മതപരമായ ചടങ്ങുകളാണ്. ആ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചാണ് ഇത് കടലിലേക്ക് ഇറക്കുന്നത്. നമ്മൾ വളരെ ശാസ്ത്രീയമായി ഒരു മെട്രോ നിർമ്മിക്കുകയാണ്. അപ്പോൾ നമ്മൾ നഗരവികസനകാര്യ മന്ത്രിയാണെന്ന് വിചാരിച്ചോ. നഗരവികസനകാര്യ മന്ത്രി ഈ മെട്രോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മെട്രോ ലൈനിലും ഈ മെട്രോ ട്രെയിനിനകത്തും ഒക്കെ തൂശനിലയ്ക്കകത്ത് എല്ലാവിധ സാധനങ്ങളും വെച്ച് തേങ്ങ അതും ഇതൊക്കെ വെച്ച് പൂജയൊക്കെ നടത്തി തേങ്ങ ഉടച്ച് അങ്ങനെയാണ് ഈ മെട്രോ ഓടുന്നത്. അല്ലാതെ മെട്രോ ഓടുമോ? അത് കൊള്ളാം. പെട്രോൾ അടിച്ചാലോ കറണ്ട് കണക്ട് ചെയ്താലൊന്നും മെട്രോ ഓടൂല. തേങ്ങ ഉടയ്ക്കണം മെട്രോ ഓടണമെങ്കിൽ. അപ്പോൾ ആ തേങ്ങ ഉടയ്ക്കേണ്ടത് ആരാ? മിനിസ്റ്റർ സന്നിഹിതനായിട്ടുള്ള ചടങ്ങാണെങ്കിൽ നിശ്ചയമായും മിനിസ്റ്ററാണ് ആ തേങ്ങ ഉടയ്ക്കേണ്ടത്. മിനിസ്റ്റർ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആരാണോ അവർ തേങ്ങ ഉടയ്ക്കും.
അപ്പൊ മിനിസ്റ്റർ പറയാ, ഞാൻ പെന്തിക്കോസായിട്ടോ തേങ്ങയൊന്നും ഉടക്കില്ലെന്ന് പറഞ്ഞ് ഒക്കുവോ? അത് കൊള്ളാം, നിന്നെ ഞങ്ങളെല്ലാം കൂടി ജയിപ്പിച്ചു വിട്ടിട്ട് ഞങ്ങളുടെ രാജ്യത്ത് നിന്നെ നഗരവികസനകാര്യ മന്ത്രിയാക്കി ഞങ്ങൾ മെട്രോ ഓടിക്കാൻ തുടങ്ങുമ്പോൾ മന്ത്രിയായ നീ തേങ്ങ ഉടക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് മര്യാദ എന്ന് ചോദിക്കില്ലേ അവര്? അതേസമയം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പറയാം, എനിക്ക് തേങ്ങ ഉടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പകരം ഇന്നയാൾ ഉടച്ചോട്ടെ എന്ന് പറയാം. എനിക്ക് തേങ്ങ ഉടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഡെപ്യൂട്ടിയോ അല്ലെ എൻ്റെ സീനിയറോ എൻ്റെ ജൂനിയറോ ഇന്നയാളത് ചെയ്യും എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം, അദ്ദേഹത്തിന് പറയാം. സജഷൻ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതേസമയം ഈ പുള്ളിക്ക് പറയാൻ പറ്റുമോ? ഈ പുള്ളിക്ക് ഓപ്ഷനൊന്നുമില്ല, ചോയ്സ് ഒന്നുമില്ല. കാരണം എല്ലാവരുടെയും വോട്ട് കിട്ടി ജയിച്ചു വന്നവനാ ഇവൻ. ഇതിന്റെ അന്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ അന്തരം ഭയങ്കരമാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? ഇവിടെ പറഞ്ഞു വരുന്നത് നെഹമ്യാവും ദാനിയേലൊക്കെ അവിടെ ഉദ്യോഗത്തിൽ ഇരുന്നില്ലേ? വേറെ ഒരാൾ പറഞ്ഞ കാര്യം എന്നറിയാവോ? ദാവീദിന് രാജാവാകെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ മേലെന്ന്. ഇതാണ് പെന്തിക്കോസ്ത്. ഇത്രയേ ഉള്ളൂ ബോധം. എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അങ്ങനെ പറയൂ. എൻ്റെ ദൈവമേ, അതൊക്കെ വല്ല മനുഷ്യരും കേട്ട് കഴിഞ്ഞ് എന്തൊരു നാണക്കേടാ. ആ ദാവീദിന്റെ സ്ഥാനത്ത് ഞാൻ ഇന്ന് ഇരിക്കുന്നതെന്ന് യവനും മനസ്സിലാകുന്നില്ല. ഈ വിരുദ്ധന് മനസ്സിലാകണ്ടേ, ദാവീദിന്റെ സ്ഥാനത്ത് ഞാൻ ഇന്ന് ഇരിക്കുകയാണ്. ദാവീദിന്റെ ആ സ്ഥാനത്തേക്ക് ഞാൻ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നു എന്നല്ല, അതിനൊരു ആത്മീയ വശമാണ് പറയുന്നത്. ദാവീദ് അവിടെ രാജാവാണെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലെ രാജാവാണ്. ഞാൻ എത്ര ഉത്തുംഗത്തിലാണ് നിൽക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് ദാവീദിനും മുകളിലാണ്. അവിടെ നമ്മൾ ദാവീദിനെ രാജാവായി കാണുന്നു, ഇവിടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെല്ലാം രാജാക്കന്മാരാണ്. ആണും പെണ്ണും ഒക്കെ രാജാക്കന്മാരാണ്. അങ്ങനെ രാജാക്കന്മാരായിരിക്കുന്ന ആള് താഴേക്ക് ഇറങ്ങി വന്നൊരു വാർഡിൽ എങ്ങനെ മത്സരിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ അമേരിക്കയിൽ കുറച്ചു കാലം ജീവിച്ചു എന്ന് കൂട്ടിക്കോ. നമ്മൾ അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെട്ടു, അമേരിക്കൻ പ്രസിഡന്റായി. വയസ്സായി കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഇനി അമേരിക്ക കിടക്കുന്നില്ല, കേരളത്തിലേക്ക് പോയേക്കാം. അങ്ങനെ നാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഇത് കേട്ടു. നമ്മൾ അമേരിക്കൻ പ്രസിഡന്റൊക്കെ ആയിട്ടിരുന്ന ആളല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ആ 8ാം വാർഡിൽ നിന്ന് മത്സരിച്ചേക്കാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ തീരുമാനിക്കുമോ? അത്രയും ഉത്തുംഗത്തിലിരുന്ന ഒരാൾ ഒരു വാർഡിൽ മത്സരിക്കാൻ വരുമോ? ഇതാണ് ഞാൻ എല്ലാ സമയത്തും പറയുന്നത്. ഇതാണ് ആർക്കും മനസ്സിലാകാത്തത്. അത്ര ഉയർന്ന ഒരു പോസ്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഈ ലോക ഭരണത്തിലേക്ക് ഇടപെടുന്നില്ല. എൻ്റെ രാജ്യം ഐഹികമല്ല, ഐഹിക കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല. അതേസമയം ഈ ലോകത്തിന്റെ ഭരണത്തിൽ നമ്മൾ സർക്കാർ ജീവനക്കാരെന്നുള്ള നിലയിൽ ഇടപെടും. ഇവിടെ തൊഴിലുകളിൽ ഏർപ്പെടും, കച്ചവടത്തിൽ ഏർപ്പെടും, കൃഷിയിൽ ഏർപ്പെടും, ഉപജീവനത്തിന് വേണ്ടി. നമ്മളെ സംബന്ധിച്ച് നാം ദൈവരാജ്യത്തിൽ വന്നു, ആ രാജ്യത്തിലെ രാജാക്കന്മാരാണ്. ഇനി അക്ഷരികമായി ഈ ഭൂമിയിൽ യേശുക്രിസ്തു ഭരിക്കാൻ ആരംഭിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട്, അത് ക്ഷണനേരം കൊണ്ട് തീർന്നു പോവും. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഭൂമി ഈ ആകാശവും മാറിപ്പോയി തൽസ്ഥാനത്തേക്ക് പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുന്ന ആ പുതിയ ഭൂമിയിലെ രാജാക്കന്മാരായി നമ്മൾ സകലത്തെ അടക്കി ഭരിക്കേണ്ടവരാണ്. അങ്ങനെ വെളിപ്പെടുന്ന ആ പുതിയ ഭൂമിയിൽ സകലത്തെയും അടക്കി ഭരിക്കേണ്ട രാജാക്കന്മാരാണ് നാം. യേശുക്രിസ്തു എന്ന മഹാരാജാവ്, ആ മഹാരാജാവിന്റെ മക്കളായ രാജാക്കന്മാരാണ് നാം ഓരോരുത്തരും. ഇതാണ് തലയെടുപ്പ് എന്ന് പറയുന്നത്, ഇതാണ് വെളിപ്പാടെന്ന് പറയുന്നത്, ഇതാണ് ബോധ്യങ്ങൾ. അല്ലാതെ നമ്മളിത് ആരെയും കളിയാക്കുന്നതോ പറയുന്നതോ ഒന്നുമല്ല. ഈ ആത്മീയ സത്യങ്ങൾ വിശുദ്ധന്മാർ തിരിച്ചറിയുക. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഇതെല്ലാം ജഡത്തിലായി പറയുന്നത്, ഇതൊക്കെ ബുദ്ധിയിലായി പറയുന്നത്, അതിൻ്റെ ആത്മീയ വശങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മളിന്ന് ആയിരിക്കുന്നത് സ്വർഗ തലങ്ങളിലാണ്. നമ്മൾ ഇവിടുത്തെ വാർഡിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിക്കേണ്ടവരല്ല. അതേസമയം ആ വാർഡിലുള്ള ആളുകളുടെ സാമൂഹ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സഹായിക്കാം. ഭരണത്തിൽ പങ്കാളിത്തത്തിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളായിരിക്കുന്ന വാർഡിലുള്ള മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യണം. നിങ്ങൾ ആളുകളുമായിട്ട് പല കാര്യങ്ങളും പങ്കിടുകയോ അവരെ സഹായിക്കുകയോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതൊക്കെ ചെയ്യാമല്ലോ. സാമൂഹിക സേവനം മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇങ്ങനത്തെ ഭരണത്തിന്റെ കീഴിലേക്ക് പോകരുന്നേ, അങ്ങനെ പോകരുത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കറതീർന്ന ഒരു അന്ത്യോക്യൻ ക്രിസ്ത്യാനിയാണ് നമ്മുടെ ഈ 2020 എന്ന് പറയുന്ന അതിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള സാബു എം ജേക്കബ്. പാത്രിയാർക്കീസ് ബാവയൊക്കെ വന്ന് വിശ്രമിക്കുന്ന അവിടെയാണ്. ഇനിയുള്ള കാലത്ത് അദ്ദേഹത്തിന് തേങ്ങ ഉടച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ. അവിടെ ഈ ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം പറയാൻ പറ്റുമോ? അതിനോട് ലയിച്ച് ചേരേണ്ടി വരും.
ചെറുതായിട്ട് ലയിച്ച് പിന്നെ കടലിലേക്ക് അങ്ങ് മുങ്ങി താണു പോകും. അങ്ങനെയാണ് ചരിത്രത്തിൽ സംഭവിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത്, അദ്ദേഹം ഒരു യാക്കോബായക്കാരനാണ്. അവർക്ക് അങ്ങനെ അത്ര വലിയ ചട്ടവും പ്രമാണവും ഉള്ളവരൊന്നുമല്ല. എന്തും ആകാം ഏതും ആകാമെന്നൊക്കെ ഉള്ളത് ആണ് അവരുടെ തത്വം. നമ്മൾ അങ്ങനെയല്ലത്, നമ്മൾ വ്യത്യസ്തരായ ആളുകളാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, കത്തോലിക്ക സഹോദരങ്ങൾ, ഓർത്തഡോക്സ് സഹോദരങ്ങൾ, അവരൊക്കെ ഭരിക്കട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്ഷേമത്തോടെയുള്ള ഭരണം അവർ കാഴ്ചവെക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അതിനകത്ത് കൈയിടാനോ തലയിടാനോ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാണുന്ന ഭൂമി ആകാശവും മാറിപ്പോയി തൽസ്ഥാനത്തേക്ക് പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടുമ്പോൾ, ആ പുതിയ ഭൂമിയിലേക്ക് തേജസ്സിന്റെ നഗരമായ പുതിയ യെരൂശലേം ഇറങ്ങി വരുമ്പോൾ, ആ പുതിയ യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞാടിന്റെ കാന്ത സകലത്തെയും അടക്കി ഭരിക്കാനുള്ള സമയം വരിക. അതിനു വേണ്ടിയുള്ള വാഞ്ച ഉള്ളിലില്ലാതെ ഇവിടെ 5-ാം വാർഡും 8-ാം വാർഡിലും മെമ്പറാകാനുള്ള ആ പ്രാന്തുമായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിൽ എത്തിച്ചേരില്ലെന്നാ നമ്മൾ പറഞ്ഞുള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ ചെയ്യരുന്നുള്ള നിർബന്ധമൊന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഒന്നും സ്വാതന്ത്ര്യത്തിൽ നമ്മളാരും കൈവയ്ക്കാൻ വരുന്നതല്ല. നമ്മൾ സ്നേഹബുദ്ധിയാ പറഞ്ഞു തരുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയിൽ നിന്നുകൊണ്ട് വ്യക്തതയോടെയാണ് പറയുന്നത്. നിങ്ങളുടെ ബിരുദ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ആത്മീയ ജീവിതം ചിലപ്പോൾ തണുത്തുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലോത്ത് പട്ടണവാതിക്കലിരുന്ന് ഭരണം നടത്തിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ. ലോത്തിൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയി? വലഞ്ഞു പോയി എന്നാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ പല പ്രിയപ്പെട്ടവരും വലഞ്ഞു പോകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഒന്നും നമുക്ക് തിരിച്ചു വിട്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും മറ്റുള്ളവരുടെ ബുദ്ധിപദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ വന്ന കമൻസിന് മറുപടികൾ പറഞ്ഞു. അതായത് നിങ്ങൾ എന്തുകൊണ്ട് സ്കൂളും കോളേജും നടത്തുന്നില്ലെന്നുള്ളതിൻ്റെ ഉത്തരം കൊടുത്തു. പിന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഒടുക്കം ഒരു ദൈവദാസന്റെ വീക്ഷണത്തിൽ അദ്ദേഹം വിശുദ്ധന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടണം, അവർ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇടപെടണം, അതിലെ എല്ലാ കാര്യത്തിലും അവർ പങ്കാളിത്തം വഹിക്കണം എന്നുള്ള ആശയത്തെ ബൈബിളിലെ വാക്യങ്ങൾ വെച്ച് സാധൂകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിനെയാണ് അതേ വാക്യങ്ങളും കാര്യങ്ങളും വെച്ച് നമ്മൾ ഹ്രസ്വമായ നിലയിൽ ഒരു വിശദീകരണത്തിലേക്ക് വന്നത്. അത് ഓരോന്നും വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. എന്നാൽ സമയം വളരെ മുന്നോട്ട് പോയി എന്നുള്ള കാരണത്താൽ ഞാൻ അധിക വിശദീകരണത്തിലേക്ക് പോയില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നല്ല ബോധ്യങ്ങളായി, അടിയുറച്ച ബോധ്യങ്ങളായി തീരേണ്ടതിനാണ് വിശദമായി ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സംഗ്രഹിക്കുകയും കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുള്ളവരായി തീരുകയും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഈ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ ബോധ്യങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതൊക്കെ പറയാനായിട്ട് പ്രാപ്തരാകുകയും വേണം. അങ്ങനെ ആ ഒരു പ്രാപ്തിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.